ചോദ്യം നമ്പർ 151 ശ്രീ വാഴൂർ സോമൻ, ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി. സർ, ഉണ്ട്. സംസ്ഥാനത്ത് ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമത്തിൻ്റെ കീഴിൽ 1,54,80,040 ഗുണഭോക്താക്കളെയാണ് ഉൾപ്പെടുത്താൻ കഴിയുന്നത്. പ്രസ്തുത ഗുണഭോക്താക്കളിൽ 5,95,800 കുടുംബങ്ങൾക്ക് അതിദരിദ്രർക്ക് നൽകുന്ന AAY കാർഡുകൾ നൽകി 35 കിലോഗ്രാം ഭക്ഷ്യധാന്യം എല്ലാ മാസവും നൽകി വരുന്നുണ്ട്. ആയതുകൂടാതെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട കുടുംബങ്ങൾക്ക് റേഷൻ സാധനങ്ങൾ അവർ താമസിക്കുന്ന ഉന്നതികളിൽ നേരിട്ടെത്തിച്ച് നൽകുന്നതിനായി സഞ്ചരിക്കുന്ന റേഷൻ കട എന്ന പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. സർ, ഉണ്ട്. സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി മുഖേന സംസ്ഥാനത്തെ ആദിവാസി മേഖലകളിൽ റേഷൻ എത്തിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മേപ്പടി പദ്ധതിയിൽ നിലവിൽ 10 ജില്ലകളിലായി 21 താലൂക്കുകളിൽ 137 ആദിവാസി ഉന്നതികളിൽ 64 റേഷൻ കടകളിൽ നിന്നും നേരിട്ട് റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം നടത്തുന്നു. ലേബർ സെറ്റിൽമെൻറ്റുകളിൽ റേഷൻ എത്തിച്ച് നൽകുന്നതിന് നിലവിൽ പദ്ധതികൾ ഒന്നും തന്നെ ഇല്ല. സർ, ഉണ്ട്. ആദിവാസി ഗോത്രവർഗ മേഖലകളിൽ ഉൾപ്പെട്ട പൊതുവിതരണ ശൃംഖലയിലെ കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ്, തിരിമറി എന്നിവ തടയുന്നതിന് ശക്തമായ പരിശോധനാ സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. സർ, ഇതിനായി ജില്ലാതല സ്ക്വാഡുകൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. അതിലൊരു വരി ചെറിയ തിരുത്ത്, ഒരു വരി റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ട് തിരുത്തുണ്ട്. സർ, റേഷനിംഗ് കൺട്രോളർ, ഡെപ്യൂട്ടി റേഷനിംഗ് കൺട്രോളർ, വകുപ്പ് തല വിജിലൻസ് ഓഫീസർ, ജില്ലാ സപ്ലൈ ഓഫീസർ, താലൂക്ക് സപ്ലൈ ഓഫീസർ, റേഷനിംഗ് ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെ വകുപ്പിലെ ഉദ്യോഗസ്ഥർ റേഷൻ കടകളിലും NFSA ഗോഡൌണുകളിലും ശക്തമായ പരിശോധന നടത്തുകയും ക്രമക്കേടുകൾക്ക് സാധനങ്ങളുടെ കമ്പോള വില ഈടാക്കുന്നത് ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിച്ചു വരികയും ചെയ്യുന്നു. ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തുന്ന റേഷൻ കടകൾ സസ്പെൻഡ് ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കുന്നു. NFSA ഗോഡൌണുകളിലെ ക്രമക്കേടുകൾക്ക് സ്റ്റോക്കിലുള്ള വ്യത്യാസത്തിന് പിഴ ഈടാക്കുകയും ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ച് തുടർ നടപടികൾ കൈക്കൊള്ളുന്നുണ്ട്. ഉത്സവ സീസണുകളിൽ പൊതുവിപണിയിലെ കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ് എന്നിവ തടയുന്നതിന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ലീഗൽ മെട്രോളജി, ഭക്ഷ്യസുരക്ഷ, പൊതുവിതരണ, ഉപഭോക്തൃകാര്യം എന്നീ വകുപ്പുകളുടെ സംയുക്ത സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന നടത്തി ക്രമക്കേടുകൾക്ക് നടപടി സ്വീകരിച്ചു വരുന്നു. ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ് എന്നിവ തടയുന്നതിന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് പ്രകാരം തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു. സർ, ഉണ്ട്. വനമേഖലയിലെ അപകട സാഹചര്യങ്ങളിലും പ്രതികൂല കാലാവസ്ഥയിലും പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള പ്രദേശങ്ങളിലെ ആദിവാസി ഉന്നതികളിലെ കുടുംബങ്ങൾക്ക് എല്ലാ മാസവും അവർക്ക് അർഹതപ്പെട്ട റേഷൻ വിഹിതം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ എത്തിച്ചു നൽകുന്നു. ഇതുമൂലം ഒറ്റപ്പെട്ട മേഖലകളിൽ താമസിക്കുന്ന ഗോത്രവർഗക്കാർക്ക് ദുർഘടമായ പാതയിലൂടെ കിലോമീറ്ററോളം സഞ്ചരിച്ച് റേഷൻ കടകളിലെത്തി റേഷൻ വാങ്ങുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കുകയും അവർക്ക് അർഹതപ്പെട്ട റേഷൻ വിഹിതം കൃത്യമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും സാധിക്കുന്നുണ്ട്. സർ, ശ്രീ വാഴൂർ സോമൻ. സർ, കേരളത്തിലെ എല്ലാവർക്കും ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്തുക എന്നതിൻ്റെ ഭാഗമായി ആദിവാസി മേഖല ഉൾപ്പെടെയുള്ള വിദൂര പ്രദേശങ്ങളിലേക്ക് സൗജന്യമായി വാഹനങ്ങളിൽ ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി അഭിനന്ദനം അർഹിക്കുന്ന നടപടിയാണ്. എൻ്റെ ചോദ്യം, പ്രസ്തുത പദ്ധതി നടപ്പിലാക്കുന്നതിലേക്കായി ഏതെങ്കിലും വിധത്തിലുള്ള കേന്ദ്ര സഹായം ലഭ്യമാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭ്യമാക്കുന്നു. സർ, ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ വിദൂര പ്രദേശങ്ങളിൽ നിന്നും ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാൻ എത്തിച്ചേരുന്നതിനുള്ള പ്രയാസങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് സംസ്ഥാനത്ത് ഇത്തരമൊരു സൗകര്യം സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതിക്ക് രൂപം കൊടുത്ത് ഈ ഉന്നതികളിൽ ഭക്ഷ്യധാന്യം എത്തിക്കുന്നത്. എന്നാൽ ഈ ഭക്ഷ്യധാന്യം എത്തിക്കുന്ന ഈ പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെൻറ് യാതൊരു സഹായവുമില്ല എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സംസ്ഥാനത്തെ ആദിവാസി ഉന്നതികളിൽ ഉൾപ്പെടെയുള്ള വിദൂര പ്രദേശങ്ങളിലെ ജനവിഭാഗങ്ങൾക്ക് ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്തുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി അഭിനന്ദനം അർഹിക്കുന്ന നടപടിയാണ്. ചോദ്യം ഇതാണ്, എന്നാൽ ഈ സർക്കാർ നടപ്പിലാക്കിയ K-സ്റ്റോർ പദ്ധതിയുടെ സേവനം, പ്രത്യേകിച്ച് MSME ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഈ മേഖലയിൽ ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നു. മിനിസ്റ്റർ. സർ, ഭക്ഷ്യവകുപ്പിൻ്റെ K-സ്റ്റോർ പദ്ധതി പ്രകാരം
സംസ്ഥാനത്ത് 1779 റേഷൻ കടകളിൽ ആ പദ്ധതി വ്യാപിപ്പിച്ചിട്ടുണ്ട് സാർ. ഈ വർഷം അത് 2500 ന്യായവില ഷോപ്പുകളിലേക്ക് എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ അതിലേറ്റവും മാതൃകാപരമായ പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത് സാർ. ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 11.5 കോടി രൂപയിലധികം ഈ സ്റ്റോറുകളിലൂടെ റേഷൻ അല്ലാത്ത ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. സാർ, ഇവിടെ MSME ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിയുന്ന തരത്തിലും അത് ഉന്നതികളിൽ വാങ്ങാനുള്ള സൗകര്യം ഒരുക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചത്. ആദിവാസി ഉന്നതികളിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള സ്റ്റോർ സംവിധാനം എത്തിക്കുന്നതിൻ്റെ കാര്യം പരിഗണിക്കുന്നതാണ് സാർ. ശ്രീ PS സുപാൽ. സാർ, ദുർബല ജനവിഭാഗങ്ങളുടെ ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ഒരു പദ്ധതിയാണ് സഞ്ചരിക്കുന്ന റേഷൻ കട. സാർ, അത് ഇനി എവിടെയെല്ലാം നടപ്പാക്കാനുണ്ട്? കൊല്ലം ജില്ലയിൽ അച്ചൻകോവിൽ, ആവണിപ്പാറ, 50 ഏക്കർ, വില്ലുമല, പെരുവഴിക്കാല ഉൾപ്പെടെയുള്ള ട്രൈബൽ മേഖലകളിൽ ഇതിൻ്റെ സേവനം ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു. സാർ, ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച കൊല്ലം ജില്ലയിലെ ഈ കേന്ദ്രങ്ങളിൽ ഭക്ഷ്യധാന്യം എത്തിക്കാൻ കഴിയുന്ന സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ സേവനം ഉണ്ടാകുവാനുള്ള നടപടി ഗൗരവമായി പരിഗണിക്കുന്നതാണ് സാർ. ശ്രീ V ശശി. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കായി നടപ്പാക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട വളരെ നല്ല ഒരു പദ്ധതിയായിട്ടാണ് ഞാൻ കാണുന്നത്. സാർ, ഈ പ്രസ്തുത പദ്ധതി കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാമോ? ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ചെന്നെത്താൻ ആവശ്യമായ വാഹന സൗകര്യത്തിൻ്റെ അപര്യാപ്തത നിലവിലുണ്ട്. ഇത് പരിഹരിക്കാൻ ആസ്തി വികസന ഫണ്ട് പ്രയോജനപ്പെടുത്തി വാഹനം ലഭ്യമാക്കാനുള്ള സാധ്യത കൂടി പരിശോധിക്കാമോ? സർ, ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച ഇതിൻ്റെ ഫലമായി തന്നെ നമുക്ക് കേരളത്തിൽ മുൻഗണനാ കാർഡുകാർ, AOI കാർഡുകാർ 99% പേരും റേഷൻ വാങ്ങാൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. ആ നിലയിൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കാൻ പ്രയാസകരമായ ഉന്നതികളിലടക്കം ഇന്ന് വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വാഹനത്തിൻ്റെ ചിലവും ഇതെത്തിക്കുന്നതിനുള്ള ചിലവും ഭാരിച്ചതാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. അതിൽ കുറച്ചെങ്കിലും ആ ബാധ്യതകൾ ഒഴിവാക്കാൻ MLAമാർക്ക് ഇവിടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചുള്ള വാഹനം പ്രയോജനപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട ധനമന്ത്രിയുമായി ഞാൻ ചർച്ച നടത്തിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് പരിഗണിക്കാമെന്നുള്ള കാര്യമാണ് അദ്ദേഹം നൽകിയ മറുപടി. അത് ഈ സഭയെ അറിയിക്കാൻ സാർ. ശ്രീമതി CK ആശ. സാർ, ഗോത്രവർഗ മേഖലകളിൽ മുൻകാലങ്ങളിൽ അർഹമായ റേഷൻ വിഹിതം കൈപ്പറ്റുന്നതിന് കിലോമീറ്ററുകളോളം സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതിയിലൂടെ അതിന് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ അത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അതാത് പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതി കൂടുതൽ വിപുലമായ രീതിയിൽ നടത്താൻ സർക്കാർ നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഒപ്പം തന്നെ കോട്ടയം ജില്ലയിൽ ഉൾപ്പെടെ നെല്ല് കൊയ്ത്ത് കഴിഞ്ഞ സമയമാണ്. അത് സമയബന്ധിതമായി സംഭരിക്കുന്നതിന് ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതുകൂടി മന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ അവസരത്തിൽപ്പെടുത്തുന്നു. സാർ, ഇവിടെ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച ഉന്നതികളിൽ താമസിക്കുന്ന മുഴുവൻ ഗോത്രവർഗ വിഭാഗങ്ങൾക്കും ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്തുക എന്നത് സർക്കാരിൻ്റെ നയമാണ് സാർ. വാഹന സൗകര്യത്തിൻ്റെ ലഭ്യത പ്രസ്തുത പദ്ധതി വിജയകരമായി നടപ്പാക്കുന്നതിന് ചില തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാഹന സൗകര്യം ലഭ്യമാക്കുന്ന പക്ഷം ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പരിധിയിൽ വരുന്ന ഉന്നതികളിലേക്ക് സൗകര്യപ്രദമായി ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രിയുമായി അതുപോലെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയുമായും ഇത്തരം വിഷയത്തെക്കുറിച്ച് ചർച്ച നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ് സാർ. ശ്രീ സനീഷ് കുമാർ ജോസഫ്. സർ, ചാലക്കുടി മണ്ഡലത്തിലെ അതിരപ്പള്ളി മേഖലയിലെ ആദിവാസി മേഖലകളിലേക്ക് റേഷൻ വിതരണം ചെയ്യുന്ന ചാലക്കുടി താലൂക്ക് സപ്ലൈ ഓഫീസിൽ നിന്നാണ്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവിടെ അരി ലഭിക്കാത്ത സാഹചര്യമാണ്. പലതവണ ശ്രദ്ധയിൽപ്പെടുത്തി 28-ാം തീയതിയൊക്കെയാണ് പലപ്പോഴും അരി അവിടെ എത്തിക്കാവുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അവിടെ മൊത്തം വിതരണം ചെയ്യുന്ന വാഹനക്കാരൻ അയാൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് പലപ്പോഴും അരി എത്തിക്കുന്നത്. 28-ാം തീയതി വരെയൊക്കെയാണ് പലപ്പോഴും ഇതിന് സമയം നേടുന്നത്. ഇത് മൊത്തത്തിൽ പൊതുജനങ്ങൾക്കും ആദിവാസികൾക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്കും അരി കിട്ടുന്നതിന് വലിയ തടസ്സം നേടുന്നുണ്ട്. സമയബന്ധിതമായി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കൃത്യമായി അവിടെയുള്ള എല്ലാ
റേഷൻ കടകളിലേക്കും അരി എത്തിക്കുന്നതിനും കൃത്യമായി അരി എത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമോ? യെസ് മിനിസ്റ്റർ. സർ, ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച ഒരു കാര്യം ശരിയാണ്. ഈ കരാറുകാർ പലപ്പോഴും പല വിധത്തിലുള്ള അസൗകര്യങ്ങൾ പറഞ്ഞ് കാലതാമസം ഉണ്ടാക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. കരാർ പുതുക്കുന്ന നടപടികളുടെ ഘട്ടത്തിലാണിപ്പോൾ. അതുകൂടെ പരിഗണിച്ചുകൊണ്ട് തന്നെ കുറച്ച് ശേഷിയുള്ള സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ പങ്കെടുത്താൽ മാത്രമേ നമുക്ക് 1 മാസമോ 2 മാസമോ കുടിശ്ശിക ഉണ്ടായാൽ അത് തടസ്സമുണ്ടാകാതെ നീക്കാനുള്ള സൗകര്യമുണ്ടാകും. അതിനുള്ള ചർച്ച നടത്തുകയാണ്. എന്നാൽ ഇവിടെ ചാലക്കുടി താലൂക്കിലെ വിഷയത്തെ സംബന്ധിച്ച് അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് കഴിഞ്ഞ മാസത്തെ അരി വിതരണത്തിൻ്റെ ദിവസങ്ങൾ ഇന്ന് വരെ 3-ാം തീയതി വരെ നീട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അറിഞ്ഞതും അവിടെ ഈ തടസ്സങ്ങളെല്ലാം തന്നെ ആദ്യഘട്ടത്തിലുണ്ടായെങ്കിലും അത് പല വിധത്തിലാണ്. റേഷൻ വ്യാപാരികളുടെയും അതുപോലെ റേഷൻ വിതരണക്കാരായിട്ടുള്ള കോൺട്രാക്ടർമാരുടെയും പല സമരങ്ങളും പ്രക്ഷോഭങ്ങളുമാണ് ഇത്തരം വിഷയങ്ങളിലേക്ക് എത്തിച്ചത്. എന്തായാലും ഉന്നതികളിലടക്കമുള്ള ആദിവാസി മേഖലയിലടക്കം AOI കാർഡുകാരാണെങ്കിലും മുൻഗണനാ കാർഡുകാർക്ക് അതിൻ്റെ പേരിൽ അസൗകര്യമുണ്ടായി. ഭക്ഷ്യധാന്യം നിഷേധിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. 98% ആളുകൾ ഇന്നലെ വരെ അരി വാങ്ങിയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ശ്രീ പി ചിത്തരഞ്ജൻ. നിങ്ങൾ ഞെക്കിയിട്ടില്ല ഇവിടെ? ശരി, ഓക്കെ. യെസ്. ശ്രീ ചോദ്യം നമ്പർ 152 ശ്രീ പി മമ്മിക്കുട്ടി, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. വെറുതെ അമർത്തിയിടല്ല സ്ഥിരമായിട്ട്. സാർ, എ ഇല്ല, ബി ഉണ്ട്. ഈ പ്രോജക്റ്റിന് ആവശ്യമായ വെള്ളം നൽകാമെന്ന് കേരള വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. മഴവെള്ളം സംഭരിക്കാനുള്ള പദ്ധതിയും കമ്പനി പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സി, ഈ പ്രോജക്റ്റിന് ആവശ്യമായ വെള്ളം നിർമ്മാണം നടന്നു വരുന്ന കിൻഫ്ര വാട്ടർ സപ്ലൈ സ്കീമിൽ ഉൾപ്പെടുത്തി നൽകാമെന്ന് കേരള വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് നടത്തി മഴവെള്ളം സംഭരിക്കാനുള്ള പദ്ധതിയും കമ്പനി പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡി, സംസ്ഥാനത്തേക്ക് 2024 വർഷത്തിൽ മദ്യനിർമ്മാണത്തിനായി മാത്രം ഇറക്കുമതി ചെയ്തത് 9.21 കോടി ലിറ്റർ സ്പിരിറ്റ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ആണ്. ഓരോ സംസ്ഥാനത്തു നിന്നും ഇറക്കുമതി ചെയ്ത സ്പിരിറ്റിൻ്റെ അളവ് അനുബന്ധമായി ചേർത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് ഇറക്കുമതി ചെയ്തിട്ടുള്ളത് മഹാരാഷ്ട്രയിൽ നിന്ന് 2,68,35,800 ബൾക്ക് ലിറ്റർ. രണ്ടാമത് കർണാടകയിൽ നിന്ന് 2,24,72,800 ബൾക്ക് ലിറ്റർ. ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, തെലങ്കാന, ഉത്തർപ്രദേശ്, പഞ്ചാബ്, രാജസ്ഥാൻ, ഗോവ, ഡാമൻ ആൻഡ് ഡ്യൂ ഈ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 9,21,27,950 ബൾക്ക് ലിറ്ററാണ് മദ്യനിർമ്മാണത്തിനായി മാത്രം കേരളത്തിലേക്ക് എത്തിയിട്ടുള്ള ENA. 2024 പെട്രോൾ ബ്ലെൻഡിങ്ങിനായി 4 പ്രധാനപ്പെട്ട എണ്ണ കമ്പനികൾ മാത്രം കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്തത് 30.26 കോടി ലിറ്റർ സ്പിരിറ്റ് അഥവാ എത്തനോളാണ്. ഇതിന് പുറമെ വ്യവസായ ആവശ്യത്തിനായും ഇൻഡസ്ട്രിയൽ എത്തനോൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഈ മദ്യനിർമ്മാണത്തിനുള്ള സ്പിരിറ്റിന് GST ഇല്ല. അതേസമയം പെട്രോൾ ബ്ലെൻഡിങ്ങിനും വ്യവസായ ആവശ്യത്തിനുമുള്ള എത്തനോളിന് 5% GST ഉണ്ട്. ചുരുങ്ങിയത് 100 കോടിയിലധികം രൂപ GST ഇനത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നിലവിൽ പോകുന്നുണ്ട്. പെട്രോൾ ബ്ലെൻഡിങ്ങിനായി വരും വർഷങ്ങളിൽ ആവശ്യമായ എത്തനോളിൻ്റെ അളവ് കണക്കിലെടുക്കുമ്പോൾ ഈ GST നഷ്ടം വൻതോതിൽ വർദ്ധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. എഫ്, ബ്രൂവറി ആരംഭിക്കുന്നതിനുള്ള ഒയാസിസ് കമ്പനിയുടെ അപേക്ഷ 30/11/2023 എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് ലഭിച്ചിട്ടുള്ളത്. 16/2/2025 സർക്കാർ ഉത്തരവ് പ്രകാരമാണ് പ്രാരംഭാനുമതി നൽകിയിട്ടുള്ളത്. യെസ്, ശ്രീ പി മമ്മിക്കുട്ടി. സർ, കേരളത്തിലേക്ക് മദ്യം ഇറക്കുമതി ചെയ്യുന്നതിലൂടെ ശരാശരി എത്ര രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഇനത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? സർ, കൃത്യമായ കണക്ക് നമുക്ക് പറയാനാവില്ല. നിലവിൽ എത്തനോൾ അതുപോലെ തന്നെ ENA എന്നിവയുടെ ഇറക്കുമതിയിലൂടെ ഏതാണ്ട് 3,000-4,000 കോടി രൂപയുടെ ബിസിനസ് നടക്കുന്നു എന്നാണ്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൻ്റെ മാത്രം നമുക്ക് എടുക്കാൻ ആവില്ല. 3,000 മുതൽ 4,000 കോടി രൂപയുടെ ബിസിനസ്സാണ് നടക്കുന്നത് എന്നാണ് കാണുന്നത്. കാരണം കേരളത്തിൽ ഒരു തുള്ളി ENA ഉൽപ്പാദിപ്പിക്കുന്നില്ല. പൂർണ്ണമായും വരുന്നത് പുറത്തു നിന്നാണ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സ്പിരിറ്റും എത്തനോളും കേരളത്തിൽ ഉണ്ടാക്കുന്നില്ല. 30 കോടിയാണ് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ളത്. പൂർണ്ണമായും വരുന്നത് നേരത്തെ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഈ ഇനത്തിലെല്ലാം ഉള്ള പൈസ പൂർണ്ണമായും പണം പൂർണ്ണമായിട്ടും മറ്റ് സംസ്ഥാനങ്ങളിലേക്കാണ് പോകുന്നത്.
സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, അയൽ സംസ്ഥാനങ്ങളിലെ ഏതെല്ലാം കമ്പനികളിൽ നിന്നാണ് സ്പിരിറ്റ് ഇറക്കുമതി ചെയ്യുന്നത്? ഇതിൽ രാഷ്ട്രീയ ബന്ധമുള്ള കമ്പനികൾ ഉൾപ്പെട്ടതായി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഏതൊക്കെയാണ്? യെസ് മിനിസ്റ്റർ. സർ, ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു മഹാരാഷ്ട്രയിൽ നിന്നാണ് 2,68,35,800 ബൾക്ക് ലിറ്ററാണ്. 2,22,00,000-ലധികം വരുന്നത് കർണാടകയിൽ നിന്നാണ്. സർ, ഈ സംസ്ഥാനങ്ങളിലെല്ലാം പല കമ്പനികൾക്കും രാഷ്ട്രീയമായ ബന്ധങ്ങളുണ്ട്. അക്കാര്യങ്ങളെല്ലാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ഒരു കമ്പനിയുടെ MD ചെയർമാൻ അവിടുത്തെ മന്ത്രിയാണ് എന്ന കാര്യം അവരുടെ തന്നെ വെബ്സൈറ്റിൽ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. MLC-മാർ അതിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളാണ് എന്ന കാര്യവും അവരുടെ വെബ്സൈറ്റിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇക്കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളതാണ്. ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് എല്ലാമുള്ള സർ, ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പേര് പറഞ്ഞില്ല, പറയാതെ തന്നെ ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലാവുന്ന നിലയിലാണ് പ്രതികരണം ഉണ്ടാവുന്നത്. സർ, ഞാനത് ബോധപൂർവം പറയാതിരുന്നതാണ്. സർ, ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ബന്ധം പ്രത്യേക പാർട്ടിയുടെ എന്ന് ബോധപൂർവം പറയാതിരുന്നതാണ്. ചോദ്യോത്തരവേളയിൽ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ബഹുമാനായിട്ടുള്ള അംഗം പറയുന്നത് കേൾക്കുമ്പോൾ ആളുകൾക്ക് വ്യക്തമാവും. ഞാൻ അത് കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സംസ്ഥാനങ്ങളിലെല്ലാമുള്ള കേരളത്തിലേക്ക് വരുന്ന സ്പിരിറ്റ് ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് രാഷ്ട്രീയ ബന്ധമുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. യെസ്, ശ്രീ KK രാമേന്ദ്രൻ. സാർ, നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ എത്ര മദ്യശാലകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വിവരം ലഭ്യമാണോ? ഉണ്ടെങ്കിൽ അത് എത്രയാണെന്നുള്ളത് അറിയിക്കാമോ? യെസ് മിനിസ്റ്റർ. സർ, ഞാൻ മുമ്പൊരിക്കൽ ഈ സഭയിൽ അതിൻ്റെ വിശദമായ കണക്കുകൾ പറഞ്ഞിട്ടുള്ളതാണ്. കേരളത്തിൽ ആകെ 359 മറ്റോ ആണ്. ഞാൻ കൃത്യം കണക്കിപ്പോൾ ഇല്ല, പ്രത്യേക ചോദ്യമായിട്ട് ചോദിച്ചാലേ കൃത്യമായ കണക്ക് പറയാനാവും. എന്നാൽ 17,000 ജനസംഖ്യയ്ക്ക് ഇവിടെ നമ്മൾ 1,00,000-ലധികം പേർക്കാണ് ഒരു ബീവറേജസ് ഔട്ട്ലെറ്റ് ഉള്ളത്. എന്നാൽ കർണാടകയിൽ ഇത് 17,000-ആണ്. അതിന് ഏതാണ്ട് അത്രയോ അതിൽ കൂടുതലോ ഔട്ട്ലെറ്റുകൾ തമിഴ്നാട്ടിലുണ്ട്. അപ്പോൾ വലിയ അന്തരം കർണാടകയിലും തമിഴ്നാട്ടിലുമുള്ള ഔട്ട്ലെറ്റുകളുടെ മദ്യവിൽപ്പനശാലകളുടെ എണ്ണവും കേരളത്തിലുള്ളതും തമ്മിലുണ്ട്. കേരളത്തിലാണ് ഏറ്റവും കുറവുള്ളത്. വളരെ കൂടുതലാണ് കർണാടക, തമിഴ്നാട് തുടങ്ങിയിട്ടുള്ള നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെല്ലാം ഉള്ളത്. ശ്രീ PP സുമോദ്. സർ, കേരളത്തിൽ നിലവിലുള്ള മദ്യ ഉൽപ്പാദനശാലകൾ ആരംഭിച്ചത് ഏതൊക്കെ സർക്കാരുകളുടെ കാലത്താണ് എന്ന് സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭ്യമാണോ? അറിയിക്കാമോ? സർ, മദ്യ ഉൽപ്പാദനശാലകളുടെ കാര്യമാണ് ബഹുമാനപ്പെട്ട മെമ്പർ ചോദിച്ചതെന്ന് കരുതുന്നു. മദ്യ ഉൽപ്പാദനശാലകൾ വ്യത്യസ്ത സർക്കാരുകളുടെ കാലത്ത് കേരളത്തിൽ അനുവദിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മദ്യ ഉൽപ്പാദനശാലകളൊന്നും അനുവദിച്ചിട്ടുള്ളത് ടെൻഡർ വിളിച്ചിട്ടല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പ്രത്യേക ചോദ്യമായിട്ട് ചോദിച്ചാൽ മാത്രമേ ഈ ഏതെല്ലാം സർക്കാരുകളുടെ കാലത്താണ് ഡിസ്റ്റിലറികൾ, മദ്യ ഉൽപ്പാദനശാലകൾ ആരംഭിച്ചിട്ടുള്ളത് എന്ന് മറുപടി നൽകാനാവൂ. പക്ഷേ 2 സർക്കാരുകളുടെയും, കേരളം ഭരിച്ച പല സർക്കാരുകളുടെയും കാലത്ത് ഇത് അനുവദിച്ചിട്ടുണ്ട്. ശ്രീ K ബാബു നെന്മാറ. സർ, ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യ ആരോപണം ഉന്നയിക്കുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹമാണ്. അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും UDF അതിനോടൊപ്പം ചേർന്നു. സർ, എൻ്റെ ചോദ്യം, സർ, അത്തരം പരസ്യ സംവാദത്തിന് മന്ത്രി ക്ഷണിച്ചെങ്കിൽ ഇവരാരെങ്കിലും പോയോ എന്നതോ, അതല്ല ഭക്ഷണം കഴിച്ചോ എന്നോ ചായ കുടിച്ചോ എന്നതല്ല എൻ്റെ ചോദ്യം. സാർ, കിൻഫ്ര വാട്ടർ സപ്ലൈ സ്കീമിലുള്ള നിർദ്ദിഷ്ട പദ്ധതിയിൽ നിന്ന് ജലം ലഭ്യമാക്കിയാൽ മലമ്പുഴയിലുള്ള നിലവിലുള്ള ജലത്തെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ എന്നതാണ് എൻ്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ. സർ, മലമ്പുഴയിൽ നിന്ന് വ്യവസായ ആവശ്യത്തിന് വെള്ളം കൊടുക്കാൻ ഇപ്പോൾ തന്നെ ധാരണയായിട്ടുണ്ട്. അത് 2016-ൽ ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെടുത്ത തീരുമാനമാണ്. 10 MLD വെള്ളം എന്ന് പറഞ്ഞാൽ 10 ദശലക്ഷം ലിറ്റർ പ്രതിദിനം വ്യാവസായിക ആവശ്യത്തിന് കിൻഫ്രയ്ക്ക് കൊടുക്കാനാണ് തീരുമാനം. അന്നത്തെ തീരുമാനം ഇപ്പോൾ 10 MLD കൊടുക്കുകയും ആവശ്യമെങ്കിൽ പിന്നീട് വർദ്ധിപ്പിക്കുകയും ചെയ്യാമെന്നാണ്. നിലവിൽ മലമ്പുഴ ഡാമിലെ സംഭരണ ശേഷിയുടെ 13.19% മാത്രമാണ് ഇത്തരം ആവശ്യങ്ങൾക്കായിട്ട്, ഈ കാർഷിക ആവശ്യങ്ങൾക്കും മറ്റുമായിട്ട്, കുടിവെള്ള ആവശ്യത്തിനായിട്ട് വിനിയോഗിക്കുന്നത്. ഇതുവരെ മലമ്പുഴയിൽ കഴിഞ്ഞ ഒരു ദശകത്തിലേറെയായി ഇത്തരമൊരു പ്രശ്നം, വെള്ളത്തിൻ്റെ ക്ഷാമം ഉണ്ടായിട്ടില്ല. കാർഷിക ആവശ്യത്തിനും അതുപോലെ തന്നെ കുടിവെള്ള ആവശ്യത്തിനും സുലഭമായി തന്നെ വെള്ളം കൊടുക്കാൻ കഴിയുന്നുണ്ട്. അത്തരമൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമേ ഇല്ല. ബഹുമാനപ്പെട്ട LOP.
ലീഡർ ഓഫ് ഒപ്പോസിഷൻ. സർ, ബഹുമാനപ്പെട്ട മന്ത്രി ആദ്യം ഇത് സംബന്ധിച്ച് പറഞ്ഞത് വലിയ തോതിലുള്ള GST നഷ്ടം ഉണ്ടാവുമെന്നാണ്. ഇപ്പോൾ പറഞ്ഞു കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന സ്പിരിറ്റിന് GST ഇല്ല. എത്ര വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന എത്തനോളിനാണ് GST ഉള്ളത്. അത് വളരെ കുറഞ്ഞത് മാത്രമാണ് കേരളത്തിന് പുറത്തു നിന്ന് വരുന്നത്. അതിന് തന്നെ സർ IGST കിട്ടും. കാരണം അവിടെ നിന്ന് വാങ്ങിക്ക് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നതായിട്ടുള്ള രേഖ കാണിച്ചാൽ IGST കിട്ടുന്നതാണ്. ₹1 പോലും ടാക്സ് ഇനത്തിൽ ഇതിന് നഷ്ടമാകുന്ന കാര്യമല്ല. സർ, എൻ്റെ ചോദ്യം, ഇവിടെ ഈ ബ്രൂവറി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒയാസിസ് കമ്പനിയുടെ അപേക്ഷ കിട്ടുന്നതിന് മുമ്പ് തന്നെ കിട്ടിയപ്പോൾ പറഞ്ഞത് ഇവർ IOCയുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകരിച്ച ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ഇവർക്ക് അംഗീകാരം കൊടുത്തതെന്നാണ്. സാർ, ഈ ഒരു അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഇവിടെ എലപ്പുള്ളിയിൽ ഈ പ്ലാന്റ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുടിവെള്ളം തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അതായത് IOCയിൽ അവർക്ക് ടെൻഡർ വയ്ക്കുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റിയിൽ നിന്നും അവർ ലെറ്റർ വാങ്ങിച്ചിട്ടാണ് ഇത് ചെയ്തതെന്നും, ഈ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒയാസിസ് കമ്പനിക്ക് വേണ്ടി സർക്കാർ ഈ ബ്രൂവറി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ വേറെ ഒരു കമ്പനിയും കേരളത്തിൽ അറിയാതെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിയാണ്? യെസ് മിനിസ്റ്റർ. സർ, ഒന്നാമത്തെ കാര്യം GSTയുടേതാണ്. GST മദ്യനിർമ്മാണത്തിനുള്ള എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിന് മാത്രമാണ് GST ഇല്ലാത്തത്. അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശരിയാണ്. അതേസമയം എത്തനോളിന് GST ഉണ്ട്. 5% GST ഉണ്ട്. 18% ഉണ്ടായിരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ എത്തനോൾ ബ്ലെൻഡിംഗ് പോളിസി പ്രകാരം കുറച്ച് 5%ആക്കിയിട്ട് കുറച്ചതാണ്. അദ്ദേഹം പറഞ്ഞ വസ്തുതാപരമായൊരു പെശക്, കേരളത്തിലേക്ക് വരുന്ന എത്തനോളിൻ്റെ അളവ് താരതമ്യേന കുറവാണെന്നാണ്. നേരെ തിരിച്ചാണ് സർ. മദ്യനിർമ്മാണത്തിന് ആവശ്യമായിട്ട് വരുന്ന ENAയുടെ അളവിൻ്റെ 3 ഇരട്ടിയാണ് കേരളത്തിലേക്ക് 4 പെട്രോളിയം കമ്പനികൾ മാത്രം ഇറക്കുമതി ചെയ്തിട്ടുള്ള എത്തനോൾ. 4 എണ്ണത്തിൻ്റെ വിവരം മാത്രമേ നമ്മുടെ കൈവശമുള്ളൂ. അത് 3 ഇരട്ടിയാണ്. മദ്യത്തിന് വരുന്നത് 9.21 കോടി ലിറ്റർ. ഇൻഡസ്ട്രിയൽ പർപ്പസിന് എത്തനോൾ വന്നത്, ENA വന്നത് 9.21 കോടി ലിറ്റർ. ഈ എത്തനോൾ വന്നത് 30.26 കോടി ലിറ്റർ. ഇപ്പോൾ വസ്തുതാപരമായിട്ട് അദ്ദേഹം പറഞ്ഞത് ശരിയല്ല. ഇനി ഈ 5% GST എത്തനോളിന് ഉണ്ടാവുന്നത്, ചുമത്തുന്നത്, നമുക്ക് നഷ്ടം വരുന്നത്, പുറത്തുനിന്ന് വരുന്നത് കൊണ്ട് വരുന്ന നഷ്ടം 100 കോടിയിലധികം രൂപയാണ്. ഒരു കൺസർവേറ്റീവ് ഫിഗറാണ് 100 കോടി എന്നത്. മാത്രമല്ല 2030 ആകുമ്പോഴേക്കും ബ്ലെൻഡിങ് 30%, 25% ആക്കണം എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ നയമാണ്. അങ്ങനെ വരുമ്പോൾ ഒരു കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് അനുസരിച്ച് തന്നെ ഇപ്പോൾ 30 കോടി എന്നത് 75 കോടി ലിറ്ററെങ്കിലും കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യേണ്ടി വരും. ഇപ്പോൾ ബജറ്റിൽ തന്നെ കാര്യം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒരു 6000 മുതൽ 10000 കോടി വരെയുള്ള ഒരു ബിസിനസ്സാണ് കേരളത്തെ സംബന്ധിച്ച് നഷ്ടപ്പെടുന്നത്. ആ അവസരം ഉപയോഗിക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. അത് കേരളത്തിന് വരുമാന നഷ്ടമുണ്ടാക്കും, കേരളത്തിന് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. മാത്രമല്ല ഇവിടെ നിന്ന് മദ്യം കയറ്റുമതി ചെയ്യാനും ഉള്ള സാധ്യത ഉപയോഗപ്പെടുത്തണം എന്ന നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ സർക്കാരിനുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങൾ സർ, സഭയ്ക്ക് പുറത്ത് രാഷ്ട്രീയമായ ആരോപണമായിട്ട് ഉന്നയിച്ചിട്ടുള്ളതാണ്. ഈ ഗവൺമെൻറ് 2022-23 മദ്യനയത്തിൻ്റെ ആമുഖത്തിൽ തന്നെ കേരളത്തിൻ്റെ ആവശ്യമായിട്ടുള്ള വിദേശ മദ്യം ഇവിടെ ഉണ്ടാക്കുന്നതിനും സ്പിരിറ്റ്, എത്തനോൾ എന്നിവ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതിനുമുള്ള നിലപാട് 2022-23 മദ്യനയത്തിൻ്റെ ആമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 23-24 മദ്യനയത്തിൻ്റെ ഖണ്ഡിക 24 വളരെ വ്യക്തമായി തന്നെ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട് ഡിസ്റ്റിലറികൾ, അതുപോലെ തന്നെ ബ്രൂവറികൾ, എത്തനോൾ നിർമ്മാണ പ്ലാന്റ്, സ്പിരിറ്റ് നിർമ്മാണ പ്ലാന്റ് എന്നിവയെല്ലാം അനുവദിക്കുമെന്നും ഇവിടെ നിന്ന് മദ്യോൽപാദനം, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്നതിനുള്ള പ്രോത്സാഹനം നൽകുമെന്നുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സുതാര്യമായി പറഞ്ഞിട്ടുണ്ട്. സർ, മറ്റാരും അറിയാതെ ഈ കമ്പനിയുമായിട്ട് മാത്രം ചർച്ച നടത്തിയെന്നാണ് പറയുന്നത്. സർ, നയത്തിലെ ഈ മാറ്റം ആദ്യം അറിഞ്ഞത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിൻ്റെ പിന്നിലിരിക്കുന്ന ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവുമാണ് എന്ന് അവർ മറന്നുപോയതിന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സർ, അവരുടെ പ്രസ്താവനയാണ് ആദ്യം വന്നത്. ഈ നയം വലിയ ഹെഡ്ലൈനായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളിലെല്ലാം. കാരണം പ്രധാനപ്പെട്ട നയം മാറ്റമാണ്, ഞങ്ങൾ പ്രഖ്യാപിച്ച ഒരു പ്രധാന നയമാറ്റമാണ്. ആ നയമാറ്റം പ്രധാനപ്പെട്ട തലക്കെട്ടായിട്ട് എല്ലാ മാധ്യമങ്ങളിലും വന്നു. ബഹുമാന്യരായിട്ടുള്ള 2 നേതാക്കളുടെയും അതിനെതിരായിട്ടുള്ള പ്രസ്താവനയും വന്നതാണ്. ആ പ്രസ്താവന കൊടുത്ത ആളുകളാണ് പറയുന്നത് ഈ നയം മാറ്റം ആരും അറിഞ്ഞില്ല, അതീവ രഹസ്യമായിട്ടാണ് നടപ്പാക്കിയത് എന്നത്. സർ, രണ്ടാമത്തെ കാര്യം, OSS കമ്പനിയുമായി സർക്കാർ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അവർ സർക്കിൾ ഇൻസ്പെക്ടർക്ക് അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ സർക്കാരിൻ്റെ മുമ്പിൽ വന്നു. 10 ഘട്ടങ്ങളിലുള്ള പരിശോധന അതിൽ നടന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും വ്യക്തത വരുത്തി.
ഒരു ഘട്ടത്തിൽ ഈ ശുപാർശ മുന്നിൽ വന്നപ്പോൾ, സർക്കാരിൻ്റെ മുമ്പിൽ വന്നപ്പോൾ എന്താണ് വെള്ളത്തിൻ്റെ സ്രോതസ്സ്, എങ്ങനെയാണ് വെള്ളം കണ്ടെത്തുന്നത് എന്നതിൽ വ്യക്തമായ ശുപാർശ ഉണ്ടാവണം എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയും അക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ശുപാർശ സഹിതം പുനഃസമർപ്പിക്കുകയും ചെയ്തു. അങ്ങേയറ്റം സുതാര്യമായിട്ടാണ് സർക്കാർ നയത്തിൽ പ്രഖ്യാപിച്ച ഈ സർക്കാരിൻ്റെ നയം നടപ്പാക്കാനുള്ള മാൻഡേറ്റ് ഉണ്ട് സർ. അത് ജനങ്ങൾ നൽകിയിട്ടുള്ള മാൻഡേറ്റാണ്. ആ നയത്തിൽ പ്രഖ്യാപിച്ച കാര്യം നിയമപരമായി സുതാര്യമായി നടപ്പാക്കുകയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ശ്രീ എ പ്രഭാകരൻ. BJPക്കും അല്ലാതെ ആ നാട്ടിലെ ആർക്കും ഈ ബ്രൂവറി വരുന്നതിന് എതിർപ്പില്ല. അത് ആ വിഷയത്തെ സംബന്ധിച്ച് മിനിസ്റ്റർ ആ വസ്തുത വല്ലതും മനസ്സിലാക്കിയിട്ടുണ്ട്? മിനിസ്റ്റർ സർ, അദ്ദേഹം ആ പ്രദേശത്തെ MLA ആണ്. അപ്പോൾ പ്രതിഷേധമുണ്ടെങ്കിൽ അത് ഏറ്റവും ആദ്യം നേരിടേണ്ടി വരുന്നയാൾ അവിടുത്തെ MLA ആണല്ലോ. അദ്ദേഹം പറയുന്നതാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവസരം കൊടുത്തത്. അതെ, അതുകൊണ്ട് അദ്ദേഹം പറയുന്നതാണ് ആധികാരികമായിട്ട് നമ്മൾ എടുക്കേണ്ടത്. സാർ, കേരളത്തിൽ സർക്കാരിൻ്റെ നയമാണ് ഡിസ്റ്റിലറികൾ അതുപോലെ എത്തനോൾ വ്യാവസായിക ആവശ്യത്തിനുള്ള സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കണം എന്നത്. കൂടുതൽ സംരംഭകർ വന്നാൽ, മറ്റ് സ്ഥലങ്ങളിലും അപേക്ഷ ആയിട്ട് കൂടുതൽ സംരംഭകർ വന്നാൽ അതും പരിഗണിക്കും, അതും നിയമാനുസൃതം പരിഗണിക്കും. ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു, കർണാടകയിൽ നിന്ന് ചില കമ്പനികളുടെ പേര് കേട്ടല്ലോ. അവരപേക്ഷ സമർപ്പിച്ചാൽ അതും സുതാര്യമായി നിയമാനുസൃതം പരിശോധിക്കുകയും അത് പരിഗണിക്കുകയും ചെയ്യും. അതാണ് സർക്കാരിന് ഇക്കാര്യത്തിലുള്ള നയം. ആ പ്രദേശത്ത് ജനങ്ങളുടെ എതിർപ്പില്ല. കാരണം ആകെ ഉണ്ടായിരുന്ന ആശങ്ക വെള്ളത്തിൻ്റെ കാര്യത്തിലായിരുന്നു. മലമ്പുഴ ഡാമിൽ നിന്ന് ഇതിന് വേണ്ടി വരുന്ന വെള്ളം പൂർണ്ണമായിട്ട് ആവശ്യം വരില്ല. ഈ പ്ലാന്റ് പൂർണ്ണതോതിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ 5 ലക്ഷം ലിറ്ററാണ് പ്രതിദിനം ആവശ്യമായിട്ട് വരിക. 5 ലക്ഷം, 10 ദശലക്ഷം ലിറ്ററാണ് കിൻഫ്രയ്ക്ക് കൊടുക്കുന്നത്. അതിൽ നിന്ന് പൂർണ്ണമായി 5 ലക്ഷം ലിറ്റർ ഈ പ്ലാന്റിന് ആവശ്യമായിട്ട് വരില്ല. പകരം മഴവെള്ള സംഭരണിയിലൂടെയും വെള്ളം സമാഹരിക്കുന്നുണ്ട്. സർ, അന്നൊരു ആശങ്ക സൃഷ്ടിക്കപ്പെട്ടത് മഴനിഴൽ പ്രദേശത്ത് മഴവെള്ള സംഭരണം സാധ്യമല്ല എന്നൊരു വാദം ബഹുമാനായിട്ടുള്ള മുൻ പ്രതിപക്ഷ നേതാവ് ഉയർത്തി. അദ്ദേഹം ചിരിക്കുന്നുണ്ട്, അതോർത്തായിരിക്കും ഇപ്പോൾ ചിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആക്ഷേപം അദ്ദേഹം ഉയർത്തി. ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു മഴവെള്ള സംഭരണം എങ്ങനെയാണ് അവിടെ സാധ്യമാവുക എന്ന് കാണാൻ. സർ, അവിടെ തൊട്ടടുത്തുള്ളൊരു സ്ഥാപനത്തിൻ്റെ 3500 കുട്ടികൾ പഠിക്കുന്ന 2500 അധ്യാപകരും അനധ്യാപകരുമുള്ള ഒരു സ്ഥാപനത്തിൽ 15 മഴവെള്ള സംഭരണികളാണുള്ളത്. 33 കോടി ലിറ്ററാണ് അവിടെ സംഭരിക്കുന്നത്. അങ്ങ് വന്നിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയി കാണാമായിരുന്നു. അങ്ങ് തെറ്റിദ്ധാരണ കൊണ്ട് പറഞ്ഞതായിരിക്കും, അങ്ങ് ഒരു ദുരുദ്ദേശമുള്ള ആളല്ല എന്ന് നന്നായിട്ടറിയാം. തെറ്റിദ്ധാരണ കൊണ്ട് അങ്ങ് പറഞ്ഞതായിരിക്കും. നമുക്ക് ആ തെറ്റിദ്ധാരണ നീക്കാനുള്ള ഒരു അവസരമായിരുന്നു, അത് നഷ്ടപ്പെടുത്തി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശ്രീ എൻ ഷംസുദ്ദീൻ. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് പാലക്കാട്ട് പ്രതിഷേധങ്ങളില്ല എന്ന് പറയുന്നത് ശരിയല്ല സാർ, എല്ലാവരും കാണുന്നതല്ലേ. അതിശക്തമായ പ്രതിഷേധമുണ്ട് സാർ. എൻ്റെ ചോദ്യം ഇവിടെ ഇപ്പോൾ നിങ്ങൾ അനുവാദം കൊടുത്തിട്ടുള്ള ഒയാസിസ് കമ്പനി 2022 അനുമതി തേടി അപേക്ഷ നൽകിയപ്പോൾ ഗവൺമെന്റിന് അത് നിഷേധിക്കേണ്ടി വന്നു. എന്നാൽ അവരുടെ സമ്മർദ്ദ ഫലമായി പിന്നീട് മദ്യനയത്തിൽ മാറ്റം വരുത്തിയാണ് ഇപ്പോൾ ഇതേ കമ്പനിക്ക്, നിരവധി ആക്ഷേപങ്ങളുള്ള കമ്പനിക്ക്, ഈ കമ്പനിക്ക് വേണ്ടി പല പ്രതിനിധികളും പാർലമെന്റ് അംഗങ്ങൾ വരെ ചില രാഷ്ട്രീയ ബന്ധങ്ങളുടെ പേരിൽ വന്ന് അപ്പുറത്ത് ചർച്ച ചെയ്തു എന്ന വാർത്തകൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ളൊരു ആക്ഷേപമുണ്ട്. അതായത് കമ്പനിക്ക് വേണ്ടിയാണ് മദ്യനയത്തിൽ മാറ്റം വരുത്തിയതെന്ന്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാമോ? മിനിസ്റ്റർ. സാർ, അദ്ദേഹം നേരിട്ടുള്ള രാഷ്ട്രീയമായ ചോദ്യമാണ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തോട് വ്യക്തമാക്കട്ടെ, ഈ മറുപടിയിൽ തന്നെ രേഖാമൂലം പറഞ്ഞിട്ടുണ്ട് 2022 2023 നവംബർ 30 അപേക്ഷ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് ലഭിക്കുന്നത്. അത് എല്ലാ പരിശോധനകളും നടത്തി 16/2/2025 അനുമതി കൊടുക്കുന്നത്. പ്രാരംഭാനുമതിയാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ നിബന്ധനകളും പാലിക്കണം എന്ന വ്യവസ്ഥയോടെ പ്രാരംഭാനുമതിയാണ് കൊടുത്തിട്ടുള്ളത്. സർ, പിന്നെ അദ്ദേഹം രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. ആ ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഇവിടെ ഉന്നയിച്ചില്ല. എന്തായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം? തെലങ്കാനയിൽ നിന്നുള്ള മുൻ മുഖ്യമന്ത്രിയുടെ മകൾ കേരളത്തിൽ വന്നു. പരോക്ഷമായിട്ടാണ് പറഞ്ഞത്. എന്തിനാ മറച്ചു വെക്കുന്ന കാര്യം? എന്തിനാ മറച്ചു വെക്കുന്നത്? നിങ്ങളെല്ലാം ഉന്നയിച്ച ആക്ഷേപമല്ലേ. കേരളത്തിൽ വന്നു, ഞാനും അവരും ഒരു പരിപാടിയിൽ ഒരുമിച്ച് പങ്കെടുത്തു. നിയമസഭയുടെ പരിപാടിയിലാണ് സർ, നിയമസഭയെ കൂടി ഇതിലേക്ക് വലിച്ചടച്ചു. ആ പരിപാടിയിൽ പങ്കെടുത്തു. അന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചൊരു ചോദ്യം, അവരെവിടെയാണ് താമസിച്ചത് എന്ന് അന്വേഷിക്കണം എന്നാണ്. ഇപ്പോഴും അന്വേഷിക്കണമെങ്കിൽ വിരോധമില്ല. ഈ അഭിപ്രായം ഇപ്പോഴും നിങ്ങൾക്കുണ്ടോ?
സർ, ഏതറ്റം വരെ പോകും ഈ രാഷ്ട്രീയമായിട്ടുള്ള ദുരാരോപണങ്ങൾ എന്നതിൻ്റെ തെളിവായിരുന്നല്ലോ അത്. ഏതറ്റം വരെ പോകുമെന്നതിൻ്റെ തെളിവായിരുന്നില്ലേ? ഒരു പത്രം അത് വലിയ പ്രാധാന്യത്തോടെ പ്രതിപക്ഷ നേതാവിനെ സഹായിക്കണമല്ലോ പ്രസിദ്ധീകരിച്ചു. സാർ, അങ്ങനെ ഒരാൾ ഈ അസ്വസ്ഥരായിട്ട് കാര്യമില്ല. അങ്ങനെ ചോദിച്ചാൽ മറുപടി കിട്ടും. മറുപടി കിട്ടിയിരിക്കും. മറുപടി കിട്ടാനല്ലേ ചോദ്യം? നല്ല മറുപടി കിട്ടിയിരിക്കും. അപ്പോ സാർ, ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടേ ഇല്ല എന്നുള്ളത് ഇനി വന്നു എന്ന് തന്നെ കരുതുക. അന്ന് സാർ, ഞാൻ ഇവിടെയല്ല ഇരിക്കുന്നത്, അങ്ങേക്കറിയാമല്ലോ ഞാൻ എവിടെയാണ് അന്ന് ഇരുന്നിരുന്നത് എന്നത്. 2022 മെയ്യിലാണ്. 2022 മെയ്യിൽ ഞാൻ അവിടെയാണ് ഇരുന്നിരുന്നത്. അന്ന് ബഹുമാനായിട്ടുള്ള ഗോവിന്ദൻ മാഷാണ് എക്സൈസ് മന്ത്രി. അദ്ദേഹം CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയത് അതും കഴിഞ്ഞ് 5 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ത്രികാലജ്ഞാനം വേണം. ഈ അദൃശ്യമായിട്ട് നീ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അദൃശ്യമായിട്ട് വേണമല്ലോ വരാൻ. ഇവിടെ വന്നിട്ടില്ല. എന്ത് കോടിയേരി രോഗബാധിതനായിട്ട് മരിക്കുമെന്നും അപ്പോൾ ഗോവിന്ദൻ മാഷ് എക്സൈസ് മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ച് സംസ്ഥാന സെക്രട്ടറി ആവുമെന്നും അങ്ങനെ മാറിയാൽ MV രാജേഷ് മന്ത്രിയാവുമെന്നും അപ്പോൾ എക്സൈസ് വകുപ്പ് തന്നെ കിട്ടുമെന്നും 6 മാസം മുമ്പ് മനസ്സിലാക്കാനുള്ള ത്രികാലജ്ഞാനം ഉണ്ടാവണം. ഇതാണ് സർ ആരോപണങ്ങളുടെ സ്വഭാവം. ശ്രീ രമേശ് ചെന്നിത്തല. സർ, ബഹുമാനപ്പെട്ട രാജേഷ് മന്ത്രിയിൽ നിന്ന് ഞങ്ങളിത് പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം മന്ത്രിയായുമ്പോഴെങ്കിലും ഇങ്ങനെയുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. ചോദ്യം സാർ, ഇവിടെ പ്ലാച്ചിമടയിൽ കൊക്കക്കോളയെ പൂട്ടിച്ചത് ആരായിരുന്നു സാർ സമരം ചെയ്തത്? അവിടുത്തെ ഉന്നയിച്ച വാദം എന്തായിരുന്നു? ആ പ്രദേശം മഴനിഴൽ പ്രദേശമാണ്, കുടിവെള്ളത്തിനും കൃഷിക്കും ആവശ്യമായ വെള്ളം കിട്ടുന്നില്ല. അത് പറഞ്ഞ് സമരം ചെയ്ത ആളുകൾക്ക് എന്ത് വാശിയാണിപ്പം? ഒയാസിസ് കമ്പനിക്ക് വേണ്ടി എന്ത് വാശിയോടെയാണ് സംസാരിക്കുന്നത്? എനിക്ക് ദുഃഖമുണ്ട് സാർ, എനിക്ക് ദുഃഖമുണ്ട് സാർ. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്ക് ചോദിക്കാനുള്ള, തൊട്ടപ്പുറത്ത് മലബാർ ഡിസ്റ്ററീസ് ഉണ്ടല്ലോ, 3 വർഷമായി പണമടച്ച് കാത്തിരിക്കുകയാണ് വെള്ളം കിട്ടാൻ. അവർക്ക് വെള്ളം കൊടുത്തിരുന്നെങ്കിൽ അവിടെ അവർക്ക് പലതും മദ്യം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. അവിടെ പണമടച്ച് 3 വർഷമായി കാത്തിരിക്കുന്ന എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ സ്വന്തം കുഞ്ഞിനെ നോക്കാതെ വല്ലവരുടെയും കുഞ്ഞിനെ നോക്കുന്ന ഈ നിലപാട് ശരിയാണോ സാർ? മാത്രമല്ല, അവിടെ അദ്ദേഹം പറഞ്ഞല്ലോ, എന്നെ പറ്റി പറഞ്ഞ 1-2 കാര്യം കൂടെ ഉണ്ടല്ലോ. അവിടെ അഹല്യ എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനം, അവിടെ അവരെത്ര കോടി മുടക്കിയാണ് അവിടെ മഴക്കുഴികൾ ഉണ്ടാക്കിയിട്ടുള്ളത്? അത് അവർക്ക് ചെയ്യാൻ കഴിയുമോ? 26 ഏക്കർ ചെയ്യാൻ കഴിയുമോ? 600 ഏക്കർ സ്ഥലത്താണ് അവർ പ്രവർത്തിക്കുന്നത്. എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു അഹല്യയിൽ? 26 ഏക്കർ ഉള്ള ഈ സ്ഥലത്ത് അതും നിരവധി ഏക്കറുകൾ ഇനിയും കൺവെർട്ട് ചെയ്യണം, ഭൂമിയായി കൺവെർട്ട് ചെയ്യണം, ഭൂപരിഷ്കരണ നിയമത്തെ ലംഘിക്കണം. അതോടൊപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇവിടെ വെള്ളം കൊടുക്കുമെന്നാണ് പറയുന്നത്. സാർ, ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട്, ഞാൻ അവസാനിപ്പിക്കാം. ഹൈക്കോടതിയുടെ വിധിയുണ്ട്, പാലക്കാട്ടെ കർഷകർക്ക് വെള്ളം കൊടുത്തിട്ട് മാത്രമേ വ്യവസായ ആവശ്യങ്ങൾക്ക് വെള്ളം കൊടുക്കാവൂ എന്ന്. ഉമ്മൻചാണ്ടി കിൻഫ്രയ്ക്ക് കൊടുത്തത് ബ്രൂവറി ഉണ്ടാക്കാനല്ല, ആയിരുന്നില്ല. എൻ്റെ ചോദ്യം, ഏറ്റവും കൂടുതൽ ജനങ്ങൾ അവിടുത്തെ പാലക്കാട്ടെ കർഷകരും സാധാരണക്കാരും കുടിവെള്ളത്തിനും കൃഷിയുടെ ആവശ്യത്തിനും വേണ്ടി വെള്ളത്തിനു വേണ്ടി ദാഹിക്കുമ്പോൾ ഇത്ര നിർബന്ധം എന്തിനാണ് ഗവൺമെന്റിന് ഒയാസിസ് കമ്പനിയെ ക്ഷണിച്ചുകൊണ്ട് വന്ന് 6 മദ്യ പ്ലാന്റുകൾ ആരംഭിക്കാൻ എന്നുള്ളതാണ്. ഈ മുതിർന്ന അംഗങ്ങൾ തന്നെ ചോദ്യം സ്റ്റേറ്റ്മെന്റ് ആക്കിയാൽ ചെയർ എന്ത് ചെയ്യും? ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, ആദ്യം അദ്ദേഹം കൊക്കക്കോളയെ കുറിച്ചും പ്ലാച്ചിമടയെ കുറിച്ചും, ഞാൻ അങ്ങനെക്കുറിച്ച് നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എപ്പോഴും അങ്ങനെ പറയുകയുള്ളൂ. അപ്പോൾ അദ്ദേഹം കൊക്കക്കോളയെ കുറിച്ച് ഇവിടെ പറയുണ്ടായി. സാർ, കൊക്കക്കോള കൂട്ടിച്ചത് ഞങ്ങൾ തന്നെയാണ്. അങ്ങക്ക് അതിലൊരു പങ്കുമില്ലാത്തത് കൊണ്ട്, കോൺഗ്രസിനോ നിങ്ങൾക്കോ ആർക്കും പങ്കില്ലാത്തതുകൊണ്ട് എന്തുകൊണ്ടാണ് സമരം നടത്തിയതെന്ന് അങ്ങക്ക് അറിയാത്തതാണ്. ഈ സഭയിൽ എന്നോടൊപ്പമുള്ള ആലത്തൂർ അംഗം ശ്രീ KD പ്രസേനൻ സെക്രട്ടറിയും ഞാൻ പ്രസിഡന്റുമായ DYFIയുടെ ജില്ലാ കമ്മിറ്റിയാണ്. അന്ന് ഞാനതിൻ്റെ ജില്ലാ പ്രസിഡന്റാണ് ആ സമരത്തിന് നേതൃത്വം കൊടുത്തത്. ആ സമരം VS ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല, അതുകൊണ്ടാണ്. ഞങ്ങളൊക്കെ കേസിലെ പ്രതികളാണതിൽ, കേസിൽ പ്രതികളായിട്ടുള്ളവരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ് ബഹുമാനായിട്ടുള്ള മന്ത്രി ശ്രീ K കൃഷ്ണൻകുട്ടി അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ്. അപ്പം ഞങ്ങളെല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. ആ സമരം 100% ശരിയായിരുന്നു. കാരണം മഴനിഴൽ പ്രദേശമായതുകൊണ്ടല്ല, ഒന്ന് ഭൂഗർഭ ജലചൂഷണത്തിനെതിരായിട്ടാണ് അവിടുത്തെ സമരം. ഭൂഗർഭ ജലചൂഷണം, ഗണ്യമായ ഭൂഗർഭ ജലചൂഷണം നടത്തിയ ആ പ്രദേശം തരിശാക്കി. 2 കാഡ്മിയം ഉൾപ്പെടെയുള്ളവ
ഈ പുറന്തള്ളി അത് ജലസ്രോതസ്സുകളെ മലിനമാക്കി. രണ്ട് വിഷയമായിരുന്നു. ഒന്ന് ഭൂഗർഭ ജലചൂഷണം, രണ്ട് ജലസ്രോതസ്സുകളുടെ മലിനീകരണം. അതിനെതിരായിട്ടാണ് സമരം നടത്തിയതും പൂട്ടിച്ചതും. അതുകൊണ്ടാണ് ഈ ഫയൽ വന്ന സമയത്ത് വെള്ളം എങ്ങനെയാണ് കണ്ടെത്തുക, ഭൂഗർഭജലം എടുക്കാൻ ഉദ്ദേശമുണ്ടോ എന്ന് വ്യക്തമാക്കാൻ പറഞ്ഞതും തിരിച്ചയച്ചതും. വെള്ളം എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് ഉറപ്പുവരുത്തി ഒരിറ്റ് ഭൂഗർഭജലം ഊറ്റില്ല എന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമേ കൊടുത്തുള്ളൂ. അത് ഞങ്ങൾക്ക് ആ സമരത്തിന്റെ അനുഭവം ഉള്ളത് കൊണ്ടാണ്, ആ സമരത്തിൽ കേസ് പ്രതികളായ അനുഭവം ഉള്ളത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് അങ്ങയുടെ ആ ആശങ്ക ശരിയായിട്ടുള്ളതല്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് മഴവെള്ള സംഭരണത്തിൻ്റെ അഹല്യയുടെ കാര്യം പറഞ്ഞു. അഹല്യയിൽ 15 മഴവെള്ള സംഭരണികളുണ്ട്. അവരെ പൂർണ്ണമായി വെള്ളത്തിൻ്റെ എല്ലാ ആവശ്യവും നിറവേറ്റുന്നത് അതിൽ നിന്നാണ്. അവർ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ ഇല്ല, മറ്റ് യാതൊരു സ്രോതസ്സുകളുമില്ല. ഇതിൽ നിന്ന് മാത്രമാണ് ഏതാണ്ട് 7-നും 10-നും ലക്ഷം ലിറ്റർ വെള്ളമാണ് പ്രതിദിനം ആവശ്യമായിട്ട് വരുന്നതെന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ ഒരുമിച്ച് പോയിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. അവരെന്നോട് പറഞ്ഞത് 7 മുതൽ 10 ലക്ഷം ലിറ്റർ വരെ വെള്ളമാണ് പ്രതിദിനം ആവശ്യം, പൂർണ്ണമായിട്ട് ഇതിൽ നിന്ന് നിറവേറ്റുന്നത്. ഇവിടെയോ 5 ലക്ഷം ലിറ്റർ മാത്രമാണ് ആവശ്യം വരുന്നത്. അതിൽ ഒരു പങ്ക് കൊടുക്കുന്നത് എവിടെ നിന്നാണ്? ഒരു പങ്ക് കൊടുക്കുന്നത് അങ്ങയുടെ ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടാക്കിയ തീരുമാനപ്രകാരം കിൻഫ്രയിൽ നിന്നാണ്. ബാക്കി മഴവെള്ള സംഭരണത്തിൽ നിന്നാണ്. പിന്നെ അദ്ദേഹം ചോദിക്കുന്നു, സർക്കാരിന് എന്താണ് ഇത്ര വാശി? സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സർക്കാരിൻ്റെ ലക്ഷ്യം എന്താണ്? ഇവിടെ തൊഴിലവസരങ്ങൾ കൊണ്ടുവരണം, ഇവിടെ വ്യവസായം കൊണ്ടുവരണം, നിക്ഷേപം കൊണ്ടുവരണം, സംസ്ഥാനത്തിന് വരുമാനമുണ്ടാക്കണം. അതാണ് ലക്ഷ്യം. അതല്ലാതെ ഇപ്പോൾ ഇവിടേക്ക് ഇതെല്ലാം വരുന്നു പുറത്തുനിന്ന്. എൻ്റെ ചോദ്യം, നിങ്ങൾക്ക് എന്താണ് ഇത്ര വാശി? കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും തന്നെ കൊണ്ടുവരണം കേരളത്തിലേക്കുള്ള സ്പിരിറ്റ് പൂർണ്ണമായും എന്ന വാശി എന്താണ്? ചോദ്യം നമ്പർ 153 ശ്രീ KP കുഞ്ഞമ്മദുട്ടി മാസ്റ്റർ, ബഹുമാനപ്പെട്ട ആരോഗ്യം വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി. സർ, ഉണ്ട്. നേരത്തെ കണ്ടെത്താൻ സാധിക്കുന്ന നിലയിൽ ക്യാൻസറുകളുടെ സ്ക്രീനിംഗ് പ്രാഥമിക ആരോഗ്യ തലം മുതൽ നടത്തുന്നതിനുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. ജനസംഖ്യാധിഷ്ഠിതമായി നടത്തുന്ന ജീവിതശൈലി രോഗനിർണയ സർവേയിലൂടെ ക്യാൻസർ രോഗലക്ഷണങ്ങളുള്ള ആളുകളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് റെഫർ ചെയ്യുകയും ആദ്യഘട്ടത്തിൽ സ്ത്രീകളുടെ ക്യാൻസർ, സ്തനാർബുദം, വദനാർബുദം, ഗർഭാശയ ഗളാർബുദം എന്നീ ക്യാൻസറുകൾക്ക് പ്രാഥമിക സ്ക്രീനിങ്ങിന് വിധേയരാകുകയും ചെയ്യുന്നു. സർ, ഇതിലൂടെ നിരവധി പേർക്ക് ക്യാൻസർ രോഗം സംശയിക്കപ്പെട്ടതിനെ തുടർന്ന് സ്ഥിരീകരണത്തിനായി മറ്റ് ആശുപത്രികളിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ബൃഹത് ക്യാമ്പയിനിലൂടെ ഇതുവരെ 5 ലക്ഷത്തോളം പേരെ പ്രാഥമിക ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നും 26,000-ഓളം പേരെ ക്യാൻസർ രോഗ സംശയത്തെ തുടർന്ന് തുടർ പരിശോധനകൾക്കായി റെഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 85 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാർ, ഇന്ന് രാവിലെ അത് 88 ആയിട്ടുണ്ട്. സർക്കാർ ആശുപത്രികൾക്ക് പുറമെ സ്വകാര്യ ആശുപത്രികളെയും സന്നദ്ധ സംഘടനകളെയും ഈ ക്യാമ്പയിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്. വിവിധ വനിതാ സംഘടനകളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീ, റെസിഡൻസ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടുകൂടി ഒരു ബൃഹത്തായ ജനകീയ ക്യാമ്പയിനാണ് സർക്കാർ നടപ്പിലാക്കി വരുന്നത്. സർ, ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന സംസ്ഥാന സർക്കാരിൻ്റെ ജനകീയ ക്യാമ്പയിനിലൂടെ സ്ക്രീനിംഗ് സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെയും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും RCC, MCC, CCRC സെൻ്ററുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്നു വരികയാണ്. മുൻകൂർ രോഗനിർണയത്തിൻ്റെ പ്രാധാന്യം സമൂഹത്തിൻ്റെ എല്ലാ തട്ടുകളിലേക്കും എത്തിക്കുന്നതിനും സ്ക്രീനിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ക്യാൻസർ സ്ക്രീനിംഗ് നടത്തുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച വികേന്ദ്രീകൃത ക്യാൻസർ ചികിത്സാ പദ്ധതിയിലൂടെ 25 ജില്ലാതല ആശുപത്രികളിലും ക്യാൻസർ കെയർ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള ക്യാൻസർ ചികിത്സാ സൗകര്യങ്ങൾ ഈ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതാത് മേഖലകളിലെ റീജിയണൽ ക്യാൻസർ സെൻ്ററുകളുമായി സഹകരിച്ചുകൊണ്ടാണ് ജില്ലാ ക്യാൻസർ കെയർ സെൻ്ററുകൾ പ്രവർത്തിച്ചു വരുന്നത്. ഇത് കൂടുതൽ ആശുപത്രികളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള നടപടി ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു വരുന്നുണ്ട്. ക്യാൻസർ സ്ക്രീനിങ്ങിൽ രോഗം സംശയിക്കുന്നവർക്ക് തുടർ പരിശോധനകൾക്കായി ഹയർ സെൻ്ററുകളിലേക്ക് റെഫർ ചെയ്യുന്നു. ജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ, തൃതീയതല ക്യാൻസർ സെൻ്ററുകൾ എന്നിവിടങ്ങളിൽ മാമോഗ്രാം, അൾട്രാസൗണ്ട് സ്കാൻ, പാപ്സ്മിയർ, കോൾപ്പോസ്കോപ്പി, FNAC, ബയോപ്സി തുടങ്ങി എല്ലാ സൗകര്യങ്ങളും തുടർ പരിശോധനകൾക്കായി ഒരുക്കിയിട്ടുണ്ട്. സ്വകാര്യ മേഖലയിലുള്ള ആശുപത്രികളെയും ഈ പരിപാടിയുടെ ഭാഗമാക്കിയിട്ടുണ്ട്. ഇതിലൂടെ രോഗം സ്ഥിരീകരിക്കുന്നവരെ ക്യാൻസർ രോഗ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജുകൾ, തൃതീയതല ക്യാൻസർ സെൻ്ററുകൾ എന്നിവിടങ്ങളിലേക്കാണ് അവിടെ എത്തിച്ച് ചികിത്സ ഉറപ്പാക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജുകളിൽ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി പ്രത്യേക കോർ കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുണ്ട്. റേഡിയോതെറാപ്പി, ജനറൽ സർജറി, ഗൈനക്കോളജി, റേഡിയോ ഡയഗ്നോസിസ്, പത്തോളജി, കമ്മ്യൂണിറ്റി മെഡിസിൻ എന്നീ വിഭാഗങ്ങളിലെ വകുപ്പ് തലവന്മാർ ഈ കമ്മിറ്റിയിൽ മെമ്പർമാരാണ്. കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി നോഡൽ ഓഫീസറെയും നിയമിച്ചിട്ടുണ്ട്. പ്രതിദിന അവലോകനം മെഡിക്കൽ കോളേജുകളിൽ നടന്നുവരുന്നുണ്ട്. സർ,
റീജിയണൽ ക്യാൻസർ സെന്ററിൽ ആരംഭിച്ചിട്ടുള്ള നൂതന ചികിത്സാ സംവിധാനങ്ങളായ ന്യൂറോ എൻഡോക്രൈൻ ട്യൂമറും പ്രോസ്റ്റേറ്റ് ക്യാൻസറും കണ്ടെത്തുന്നതിനായി കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് 50 ലക്ഷം രൂപ ചെലവിൽ ഗാലിയം ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ട്. സർ, ഇതുകൂടാതെ ന്യൂറോ എൻഡോക്രൈൻ പ്രോസ്റ്റേറ്റ് ക്യാൻസറുകൾക്ക് ലുട്ടീഷ്യം ചികിത്സയും ആരംഭിച്ചു. KSIDCയുടെ ധനസഹായത്തോടെയാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉൾപ്പെടെ യൂറോ ഓങ്കോളജി റേഡിയേഷൻ ചികിത്സ ആവശ്യമുള്ള രോഗികൾക്ക് ഇറിഡിയം ഉപയോഗിച്ച് ബ്രാക്കി തെറാപ്പി നൽകുന്ന സംവിധാനമായ യൂറോ ബ്രാക്കി തെറാപ്പി യൂണിറ്റ് ബഹുമാനപ്പെട്ട മുൻ രാജ്യസഭാ MP ആയ ശ്രീ CP നാരായണന്റെ വികസന ഫണ്ടിൽ നിന്നും 2,60,00,000 ചെലവഴിച്ച് RCCയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് 20 കോടി രൂപ ചെലവിൽ ഒരു റിംഗ് ഗാൻട്രി ലീനിയർ ആക്സിലറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ട്. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന 3T MRI സ്കാൻ, 3D ഡിജിറ്റൽ മാമോഗ്രാഫി യൂണിറ്റ് എന്നിവ സ്ഥാപിച്ചു. MRI സ്കാൻ യൂണിറ്റിന് 19.5 കോടി രൂപയും 3D ഡിജിറ്റൽ മാമോഗ്രാമി യൂണിറ്റിന് 2.5 കോടി രൂപയുമാണ് ചെലവ്. ഈ ഹൈടെക് ഉപകരണങ്ങൾ വഴി അതീവ കൃത്യതയോടെ വളരെ വേഗത്തിൽ രോഗനിർണയം നടത്താനും അങ്ങനെ കൃത്യസമയത്ത് തന്നെ കൃത്യമായ ചികിത്സ നൽകാനും കഴിയും. പ്രോസ്റ്റേറ്റ് ക്യാൻസർ, സ്തനാർബുദം എന്നിവ സൂക്ഷ്മമായി നിർണ്ണയിക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനം ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ. സർ, ഒരുപാട് പേർ ചോദ്യത്തിന് കൈപൊക്കിയിട്ടുണ്ട്. ആൻസർ ലെങ്തിയാണ്, ടേബിൾ ചെയ്യാം. ഞാൻ ടേബിൾ ചെയ്യുന്നു സർ. ഓക്കെ. ശ്രീ KP കുഞ്ഞമതിരി മാസ്റ്റർ. സർ, ക്യാൻസർ രോഗ നിയന്ത്രണത്തിൻ്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുന്ന വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ്. ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി വീണ ജോർജിനെയും ആരോഗ്യവകുപ്പിനെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. എൻ്റെ ചോദ്യം, സ്ത്രീകൾക്ക് പുറമെ മറ്റുള്ളവർക്കും സ്ക്രീനിംഗ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നതാണ്. സ്ത്രീകൾക്ക് പുറമെ സർ, സംസ്ഥാന ആരോഗ്യ വകുപ്പ് 12 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ബൃഹത്തായിട്ടുള്ള ജനകീയ ക്യാമ്പയിനാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. സർ, അതിൽ ഇതൊരു തുടർച്ചയായ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. നവകേരള കർമ്മ പദ്ധതി 2 ആർദ്ര മിഷന്റെ ഭാഗമായി 10 കാര്യങ്ങൾ വിഭാവനം ചെയ്തതിൽ ഒന്നായിരുന്നു സർ ക്യാൻസർ രോഗ നിയന്ത്രണം. കഴിഞ്ഞ 2 വർഷമായി നമ്മൾ പോപ്പുലേഷൻ സ്ക്രീനിംഗ് നടത്തുന്നുണ്ട്. വീട് വീടാനന്തരം ആരോഗ്യ പ്രവർത്തകർ ചെന്ന് ജീവിതശൈലി രോഗങ്ങളുള്ളവരുടെ കണക്കെടുക്കുകയും വരാൻ സാധ്യതയുള്ളവരെ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. സർ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 9 ലക്ഷം ആളുകൾക്ക് ക്യാൻസർ രോഗം വരാനുള്ള സാധ്യതയുണ്ട് എന്ന് ആദ്യ വർഷത്തെ ജീവിതശൈലി രോഗ പോപ്പുലേഷൻ സർവേയിൽ കണ്ടെത്തിയിരുന്നു. സർ, ഇതിൽ 1.5 ലക്ഷം ആളുകൾ മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ കേന്ദ്രങ്ങളിലോ ആശുപത്രികളിലോ പരിശോധനയ്ക്കായി പോലും എത്തിയിട്ടുള്ളത്. ബാക്കി 7.5 ലക്ഷം ആളുകൾ ഒരു തരത്തിലും പരിശോധനയ്ക്ക് ആരോഗ്യ കേന്ദ്രങ്ങളിലോ ആശുപത്രികളിലോ എത്തിയിട്ടില്ല. സർ, ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ജനകീയ ക്യാമ്പയിൻ. സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ക്യാമ്പയിൻ കൂടിയാണ്. സർ, ഇന്ന് രാവിലെ വരെ 5,09,000 സ്ത്രീകൾ ഇതിൽ സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. സർ, ആദ്യത്തെ മാസം ഫെബ്രുവരി മാസം 4-ാം തീയതി ലോക ക്യാൻസർ ദിനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. മാർച്ച് 8 വനിതാ ദിനം വരെ നീണ്ടു നിൽക്കുന്ന ആദ്യത്തെ മാസം സ്ത്രീകൾക്കായി സമർപ്പിച്ചു എന്നുള്ളതാണ്. ബാക്കിയുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും സർ 12 മാസ കാലയളവാണ്. പുരുഷന്മാർക്കും ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്കും തന്നെ ഈ സ്ക്രീനിങ്ങിന് വിധേയരാകണം എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സർ, ഇതിലൂടെ ആത്യന്തികമായി ഒരു ബിഹേവിയറൽ ചേഞ്ച്, അതായത് കൃത്യമായ ഇടവേളകളിൽ 30 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളും ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയമാകണം എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. ഇതിന് കാരണം സർ, നമ്മൾ കേരളത്തിൽ 3-ാമത്തെയോ 4-ാമത്തെയോ ഫേസിലാണ് ഭൂരിപക്ഷം ആളുകളും ക്യാൻസർ കണ്ടെത്തുന്നത്. അപ്പോഴേക്കും രോഗം സങ്കീർണമാകും, ചികിത്സ സങ്കീർണമാകും. തീർച്ചയായിട്ടും പുരുഷന്മാർക്കും ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും എല്ലാവരും ഈ സ്ക്രീനിങ്ങിന് വിധേയമാകണം എന്നുള്ളതാണ്. അതിനുള്ള പ്രത്യേക പ്രോട്ടോകോൾ കൂടി സർ ഈ ആഴ്ച അത് പുറത്തുവിടുന്നുണ്ട്. സർ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, പ്രാഥമിക ഘട്ടത്തിൽ രോഗം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ് ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗൗരവമായ പ്രശ്നം. കേരളത്തിലാണെങ്കിൽ ക്യാൻസർ വ്യാപകമാണ് എന്ന സൂചനയാണ് ബഹുമാനപ്പെട്ട മന്ത്രി നൽകിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ജില്ലാ താലൂക്ക് ആസ്പത്രികളിൽ ക്യാൻസർ പരിശോധനാ കേന്ദ്രങ്ങൾ തുടങ്ങാൻ ആലോചനയുണ്ടോ? ഒന്ന് വ്യക്തമാക്കാമോ? സർ, ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി ഇപ്പോൾ സംസ്ഥാനത്തെ സർക്കാരിൻ്റെ കീഴിലുള്ള സർക്കാർ സംവിധാനത്തിന് കീഴിലുള്ള 1392 ആരോഗ്യ കേന്ദ്രങ്ങളിലും ആശുപത്രികളിലും സ്ക്രീനിംഗ് സംവിധാനമുണ്ട്. സർ, എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും സ്ക്രീനിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ താലൂക്ക് ആശുപത്രികൾ, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, ജനറൽ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ, നമ്മുടെ റീജിയണൽ ക്യാൻസർ സെൻ്ററുകൾ, ഇവിടെയെല്ലാം തന്നെ സ്ക്രീനിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സർ, ഇത് കൂടാതെ ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നമ്മൾ ഒരാൾ ചെന്ന് പരിശോധിക്കുമ്പോൾ ഒരു ലംബുണ്ട്, മാമോഗ്രാം എടുക്കണം, അല്ലെങ്കിൽ തുടർ പരിശോധന വേണമെങ്കിൽ നമ്മൾ ഇതിനൊരു പ്രോട്ടോകോൾ രൂപീകരിച്ചിട്ടുണ്ട്. സർ,
ഒരു ബ്രസ്റ്റ് ക്യാൻസറുമായി ബന്ധപ്പെട്ടാണെങ്കിൽ സർജനെ വീണ്ടും കാണേണ്ടതായിട്ടുണ്ട്. സർജനെ കാണുമ്പോൾ അദ്ദേഹമാണ് നിർദ്ദേശിക്കുക മാമോഗ്രാം എടുക്കണം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിനൊരു ക്യാൻസർ ഗ്രിഡ് രൂപീകരിച്ചിട്ടുണ്ട് സർ. ഓരോ ജില്ലയിലും എവിടെയൊക്കെയാണ് ഈ സൗകര്യങ്ങൾ ഉള്ളത് എന്നത് സംബന്ധിച്ചൊരു ക്യാൻസർ ഗ്രിഡ് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ക്യാൻസർ ഗ്രിഡിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ഇതുകൂടാതെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് ഒരു കാര്യം ഞാൻ ഉത്തരത്തിൽ പറഞ്ഞിരുന്നു സർ. 25 ജില്ലാ ആശുപത്രികളിൽ നമ്മൾ ക്യാൻസർ ചികിത്സ വികേന്ദ്രീകരിക്കുകയാണ് സർ. സർ, മെഡിക്കൽ കോളേജ്, ചുരുക്കം ചില മെഡിക്കൽ കോളേജുകളിലും റീജിയണൽ ക്യാൻസർ സെൻ്ററുകളിലും മാത്രമുണ്ടായിരുന്ന ക്യാൻസർ ചികിത്സ ഇന്ന് സംസ്ഥാനത്തെ ജില്ലാ ആശുപത്രികളിലേക്ക് എത്തിക്കുന്നതിന് ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് സർ. 25 ആശുപത്രികളിൽ അതുണ്ട്. കൂടുതൽ ആശുപത്രികളിലേക്ക് ചികിത്സ കൂടി വികേന്ദ്രീകരിക്കുന്നതിനുള്ള നടപടികളാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു വരുന്നത്. ശ്രീ ടി ഐ മധുസൂദനൻ. സർ, ആശങ്കയുണർത്തുന്ന വ്യാപനമാണ് ക്യാൻസർ രോഗത്തിൻ്റെ കാര്യത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. നൂതന ചികിത്സാ സൗകര്യങ്ങൾ വിപുലപ്പെട്ടു എന്നത് ആശ്വാസകരവുമാണ്. വിവിധ സംഘടനകൾക്കും റെസിഡൻഷ്യൽ അസോസിയേഷനുകൾക്കും ക്യാമ്പയിനിൽ പങ്കാളികളാകാൻ സർക്കാർ കൈക്കൊണ്ടിട്ടുള്ള നടപടികൾ വിശദീകരിക്കും. സാർ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ക്യാമ്പയിൻ ജനകീയമാകുന്നത് സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും അത് ഏറ്റെടുക്കുമ്പോഴാണ് സർ. സർ, ഈ ഒരു ക്യാമ്പയിനെ കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുത്തപ്പോൾ ഇപ്പോൾ ആദ്യ മാസം വനിതകൾക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുകയാണല്ലോ. അതിന് കാരണം സർ, സ്ത്രീകളും പുരുഷന്മാരും ആരോഗ്യത്തിന്, സ്വന്തം ആരോഗ്യത്തിന് കൊടുക്കുന്ന പ്രാധാന്യം ഒരുപക്ഷെ നമ്മുടെ മുൻഗണനാ ലിസ്റ്റിലൊന്നും കാണില്ല. അതിൽ ഒരു പടി കൂടി ഒട്ടും ആരോഗ്യം ശ്രദ്ധിക്കാത്തൊരു ജനവിഭാഗം കൂടിയാണ് സർ സ്ത്രീകൾ. അതിൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്, എന്നാൽ കുറച്ചുകൂടി കൂടുതൽ സ്ത്രീകളാണ്. അതുകൊണ്ട് ആദ്യത്തെ ഒരു മാസം സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ സമർപ്പിച്ചു എന്നുള്ളതാണ് സർ. ഇത് ആലോചിച്ച് തീരുമാനിച്ചപ്പോൾ സംസ്ഥാനത്തെ എല്ലാ സ്ത്രീ സംഘടനകളെ, എല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങളിലും ഉള്ള സംഘടനകളെ, അതോടൊപ്പം വിവിധ സംഘടന, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ മാത്രമല്ല സാർ, ഇപ്പോൾ ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെ പ്രതിനിധി വരെ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു. പാലിയേറ്റീവ് കെയർ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പങ്കെടുത്തു. അങ്ങനെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു യോഗം നടത്തി. നല്ല പ്രതികരണമാണ് സാർ അതിലുണ്ടായിട്ടുള്ളത്. എല്ലാ സംഘടനകളിലും എല്ലാവരും ഇതിൽ പങ്കാളികളാണ്. അതുകൂടാതെ റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ സാർ ഇക്കാര്യം കൂടി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നമുക്കൊരു 200 പേരെങ്കിലും കുറയാത്ത ആളുകൾ ഉള്ള ഇടങ്ങളിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ്, പ്രൈവറ്റ് ആശുപത്രികളുടെയും NGOകളുടെയും ഒക്കെ സഹകരണത്തോടുകൂടി റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ ആവശ്യപ്പെട്ടാൽ അവിടെ യോഗം നടത്തുന്നതാണ് സാർ. കഴിഞ്ഞ ദിവസം കൊല്ലം കോർപ്പറേഷൻ്റെ വാടിക്കടപ്പുറം ഉൾപ്പെടെയുള്ള 3 ഡിവിഷനുകളിൽ ആ വീടുകൾ മുഴുവൻ കവർ ചെയ്തു. 3150 വീടുകളും കവർ ചെയ്ത് അവിടുത്തെ മുഴുവൻ ആളുകളും, 30 വയസ്സിന് മുകളിലുള്ള മുഴുവൻ സ്ത്രീകളും സ്ക്രീനിങ്ങിന് വിധേയമായി. എല്ലാ ജില്ലകളിലും, ട്രൈബൽ മേഖലയിലും ഇത് സംഭവിക്കുന്നു സാർ. അങ്ങനെ എല്ലാ മേഖലയിലും ഇത് ഉണ്ടാകുന്നുണ്ട്. എല്ലാ സംഘടനകളെയും പ്രസ്ഥാനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ്. NGOകൾ ഇതിലുണ്ട്, പ്രൈവറ്റ് ആശുപത്രികളുണ്ട്. എല്ലാവരും ഈ ആപ്തവാക്യത്തിലാണ് സാർ ഈ ക്യാമ്പയിൻ്റെ ഭാഗമാകുന്നത്. ശ്രീ KD പ്രസേനൻ. സാർ, ഈ സ്ക്രീനിങ്ങിലൂടെ ക്യാൻസർ സംശയിക്കുന്നവർക്ക് പരിശോധനയും ചികിത്സയുമെല്ലാം സൗജന്യമായി നമുക്ക് ഉറപ്പാക്കാൻ കഴിയുമോ എന്നത് ആലോചിക്കണം. അതോടൊപ്പം തന്നെ ആധുനിക ക്യാൻസർ രോഗ ചികിത്സയിൽ സർജറി ഒഴിവാക്കി ഹ്യൂമനൈസ്ഡ് ആൻറ്റിബോഡി ചികിത്സ ഇപ്പോൾ നടപ്പാക്കി വരികയാണ്. അതൊരു ഇഞ്ചക്ഷൻ സിസ്റ്റമാണ്. ഒരു ഇഞ്ചക്ഷന് തന്നെ 2.5 ലക്ഷത്തോളം ചിലവ് വരും. 10-20 ഇഞ്ചക്ഷൻ ഒരു കോഴ്സ് എന്നുള്ള നിലയ്ക്ക് എടുക്കേണ്ടി വരികയാണ്. നിലവിൽ വലിയ സ്വകാര്യ ആശുപത്രികളിലാണ് ഈ സംവിധാനമുള്ളത്. നമുക്ക് നമ്മുടെ സർക്കാർ സഹകരണ മേഖലയിൽ ഇത് CSR ഫണ്ടിൻ്റെയോ മറ്റു പിന്തുണയോടുകൂടി ഇത്തരം ആധുനിക ചികിത്സാ രീതികൾ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയുമോ എന്ന് പറയാം. സാർ, ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച ചികിത്സാ സംവിധാനം നമ്മുടെ റീജിയണൽ ക്യാൻസർ സെൻ്ററുകളിൽ ലഭ്യമാണ് സാർ. സാർ, ഇപ്പോൾ നമ്മൾ ഒരു കണക്കെടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ സർക്കാർ ആശുപത്രികളിൽ ഇപ്പോൾ കാസ്പ് വഴി നൽകുന്ന തുകയിൽ ഏറ്റവും കൂടുതൽ ഓങ്കോളജിയിലാണ് സാർ, ക്യാൻസർ ചികിത്സയിലാണ്. ഇപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആകട്ടെ, കോട്ടയം മെഡിക്കൽ കോളേജ് ആകട്ടെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആകട്ടെ, എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും ക്യാൻസർ ചികിത്സ തേടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ചോദിച്ചു സാർ. 2 കാര്യമാണ്. ഒന്ന്, ഈ ആളുകൾക്ക് ഭയം, ക്യാൻസർ ആണെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ എന്തിനാണ് ഇത് അറിയുന്നത് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യം, അവസാന ഘട്ടത്തിലാണ് അറിയുന്നതെങ്കിൽ ക്യാൻസർ രോഗം സങ്കീർണമാകും, ചികിത്സ സങ്കീർണമാകും. അപ്പോൾ നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷയിലുള്ളവർ അല്ലെങ്കിൽ വലിയ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയും ഉണ്ടാകും സാർ. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ ഒരു ക്യാമ്പയിൻ തുടങ്ങുമ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ അത് പറഞ്ഞ് തന്നെയാണ് മുന്നോട്ട് പോയത്. ഒന്ന്, BPL വിഭാഗത്തിലുള്ള എല്ലാവർക്കും സൗജന്യമായി തന്നെ നൽകും. APL വിഭാഗത്തിന് സാർ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള റേറ്റിൽ നൽകും. ഈ പ്രൈവറ്റ് ആശുപത്രികളോട് ചർച്ച ചെയ്തിരുന്നു. എല്ലാ പ്രൈവറ്റ്, അതായത് ഓങ്കോളജി ട്രീറ്റ്മെൻ്റ് ഉള്ള പ്രൈവറ്റ് ആശുപത്രികളെല്ലാം തന്നെ മാനേജ്മെൻറ്റുകൾ ഇതിനോട് സഹകരിക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട് സാർ. സർക്കാരിൽ നിന്ന് വിടുന്ന രോഗികൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കേണ്ടവരാണ് ചെയ്തു കൊടുക്കാം, അല്ലാത്തവർക്ക് സബ്സിഡൈസ്ഡ് റേറ്റിൽ ചെയ്തു കൊടുക്കാമെന്ന് പല മാനേജ്മെൻറ്റുകളും അറിയിച്ചിട്ടുണ്ട്. ലാബുകൾ, ഈ നെറ്റ്വർക്കുള്ള
ലബോറട്ടറികളുടെ ഉടമസ്ഥരെയും വിളിച്ചിരുന്നു സാർ. അവരും വളരെ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള റേറ്റിലാണ് നൽകുന്നത്. അപ്പോൾ ചികിത്സ സംബന്ധിച്ച കാര്യത്തിൽ BPL പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ്. മറ്റുള്ളവർക്ക് ചികിത്സാ പരിരക്ഷയുള്ളവർക്ക് അതിൽ കവർ ചെയ്യും. ബാക്കിയുള്ളവർക്ക് സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള നിലയിൽ തന്നെ അത് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് സാർ. ശ്രീ ചാണ്ടി ഉമ്മൻ. സർ, ക്യാൻസറിനെ നേരിടുവാൻ ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് സർക്കാർ ആലോചിക്കുന്നുണ്ടോ? ഈ അവസരത്തിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ, അത് ഖോപ്പോളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയുമായി ചേർന്ന ഒരു ആയുർവേദത്തിൻ്റെ ഹോസ്പിറ്റൽ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി 300 കോടി ചെലവാക്കിയാണ് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത്. അത് ഇൻ്റഗ്രേറ്റഡ് ഹോസ്പിറ്റലാണ്. ക്യാൻസർ നേരിടുവാൻ ആയുർവേദത്തെ കൂടെ ചേർത്തുള്ള ഒരു അപ്രോച്ചാണ് അതിനകത്തുള്ളത്. സർക്കാർ അങ്ങനെ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ആയുർവേദത്തെ ബേസ് ചെയ്തും അതുപോലെ മറ്റുള്ള ഇന്ത്യൻ സിസ്റ്റത്തെ കൂടി ഉൾപ്പെടുത്തിയും മോഡേൺ സിസ്റ്റത്തെ ഉൾപ്പെടുത്തിക്കൂടി. സർ, അത്തരത്തിലുള്ളൊരു ഇൻ്റഗ്രേറ്റഡ് ആശുപത്രി സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഉണ്ടാകുന്നത് മലബാർ ക്യാൻസർ സെൻ്റർ ആയിരിക്കും സാർ. ബഹുമാനപ്പെട്ട ചെയർ, അങ്ങയുടെ നിയോജക മണ്ഡലത്തിലുള്ള ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി സയൻസസ് ആൻഡ് റിസർച്ച് ആയിട്ട് ഉയർത്തിയിട്ടുള്ള ഇന്ത്യയിൽ തന്നെ വളരെ മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന മലബാർ ക്യാൻസർ സെൻ്ററിൽ ഈ ഒരു കാര്യം നമ്മൾ ആലോചിച്ചിട്ടുണ്ട് സാർ. അപ്പോൾ അതുകൂടി ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് സമഗ്രമായിട്ടുള്ള ഒരു അപ്രോച്ചത്തിൻ്റെ ഭാഗമായി. ഇത് കൂടാതെ സാർ, രോഗികൾക്ക് ഇപ്പോൾ ക്യാൻസർ വരുമ്പോൾ അതൊരു ശാരീരികമായ അവസ്ഥ മാത്രമല്ലല്ലോ സാർ, ഇമോഷണൽ ആയിട്ടുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെ രോഗികൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അത് സമഗ്രതയിൽ തന്നെ ആണ് സർക്കാർ കാണുന്നത്. ഈ നിലയിലുള്ളൊരു ഇൻ്റഗ്രേറ്റഡ് നിലയിൽ MCC ആണ് സാർ അതിൽ കാര്യങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. ശ്രീ കെ ആൻസ്ലാൻ. സാർ, ലോകങ്ങളിലെ ഏറ്റവും വലിയ മാരകമായ രോഗമാണ് ക്യാൻസർ. അതിൻ്റെ തിക്തഫലങ്ങൾ പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആ രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഇന്നത്തെ ഭക്ഷണ രീതിയെ സംബന്ധിച്ച് ഒരു നയം ഗവൺമെൻറ് പ്രഖ്യാപിക്കാറുണ്ട്. ഇന്ന് കഴിക്കുന്ന ഭക്ഷണം രാസപദാർത്ഥങ്ങളും മായങ്ങളും കലർന്നതാണ്. കൂടുതലും കുഞ്ഞുങ്ങളാണ് കഴിക്കുന്നത്. ആ ഭക്ഷണ രീതിയിൽ ഒരു മാറ്റം വരുത്തുന്നത് കൂടി ഈ കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ കഴിയും. സർ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു തുടർച്ചയാണ് നമ്മൾ തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ. അപ്പോൾ ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധം നമ്മുടെ ലക്ഷ്യമാണ്. ക്യാൻസർ രോഗ നിയന്ത്രണം നമ്മുടെ ലക്ഷ്യമാണ്. ഇതിനോടൊപ്പം ചേരുന്നതാണ് സാർ ഹെൽത്തി ലൈഫ് ക്യാമ്പയിൻ. ആർദ്രം മിഷനിലൂടെ നവകേരള കർമ്മ പദ്ധതി 2ന്റെ ഭാഗമായി നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സാർ. നല്ല ഭക്ഷണം, നല്ല വ്യായാമം, അതോടൊപ്പം നല്ല ജീവിതശീലങ്ങൾ തീർച്ചയായിട്ടും രോഗത്തെ പ്രതിരോധിക്കുന്നതിന് ഇത് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഈ ഒരു ക്യാൻസർ സ്ക്രീനിങ്ങിലേക്ക് ആളുകളെ എത്തിക്കുന്നതിന് വേണ്ടി വളരെ ശക്തമായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ട് സാർ. ആദ്യം നമ്മൾ ബോധവൽക്കരണ പ്രവർത്തനം നടത്തും, 1-to-1 പേഴ്സൺ ടു പേഴ്സൺ ആശയവിനിമയം നടത്തും. കാരണം ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ പോലും സാർ ഈ ചോദ്യമുണ്ട്, എന്തിനാണ് ഞങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ അറിയുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനെ മറികടക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ആശയവിനിമയം ബോധവൽക്കരണം നടത്തുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സാർ കോട്ടയത്ത് 100 കണക്കിന് സ്ത്രീകൾ പങ്കെടുത്തൊരു പരിപാടി നടന്നു സാർ. അത് വ്യായാമവുമായിട്ട് ബന്ധപ്പെട്ടും ആരോഗ്യ പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഒക്കെ ഉള്ളതായിരുന്നു സാർ. അപ്പോൾ ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് വിഷരഹിതമായിട്ടുള്ള അത് സംസ്ഥാന കൃഷി വകുപ്പും അതോടൊപ്പം ഭക്ഷ്യസുരക്ഷാ വകുപ്പും ഒക്കെ തന്നെ സംയോജിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നത്. തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ ഒരു വലിയ സഹകരണം ഇതിൻ്റെ ഭാഗമായിട്ടും ഉണ്ടാകേണ്ടതായിട്ട് ഉണ്ട് സാർ. ശ്രീ അബ്ദുൽ ഹമീദ്. സാർ, ഈ ക്യാൻസർ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ്. സാർ, മലപ്പുറത്ത് നിന്നൊക്കെ ദിനേന എന്നോണം ധാരാളം രോഗികളാണ് RCCയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സാർ, മലപ്പുറത്ത് തിരൂരിൽ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി മാത്രം ഏകദേശം 35 കോടി രൂപ ചെലവിട്ട കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ ചികിത്സകൾ ആരംഭിച്ചിട്ടില്ല. അത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അവിടെ അടിയന്തരമായി ചികിത്സ ആരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കുമോ? സാർ, ഈ കെട്ടിടത്തെ സംബന്ധിച്ച കാര്യത്തിൽ അവിടെ മുനിസിപ്പാലിറ്റി ആ കെട്ടിടത്തിന് നമ്പർ നൽകിയാൽ ഉടൻ തന്നെ നമുക്കവിടെ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യാമെന്നുള്ളത് പറഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട അവിടുത്തെ മെമ്പറിനും അദ്ദേഹവും ഇക്കാര്യം എന്നോട് ഞങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ സാങ്കേതികമായിട്ടുള്ള ചില കാരണങ്ങൾ മാത്രമാണ് സാർ. തിരൂര് ധാരാളം രോഗികൾ വരുന്ന ഒരു ആശുപത്രിയാണ്. അപ്പോൾ ആ നമ്പർ ലഭ്യമാക്കിയാൽ ഉടൻ തന്നെ അതിൻ്റെ മറ്റ് ക്രമീകരണങ്ങൾ താമസം വിന നമുക്ക് ചെയ്യാനായിട്ട് കഴിയും സാർ. ശ്രീ PV ശ്രീനിജൻ, പെട്ടെന്ന്. സാർ, RCCയിലും MCCയിലും പുതുതായിട്ട് ആരംഭിച്ച റോബോട്ടിക് സർജറിയിലൂടെ എത്ര പേർക്ക് സർജറി നടത്തിയെന്നും ക്യാൻസർ ചികിത്സ ഏകോപിപ്പിക്കുന്ന ക്യാൻസർ ഗ്രിഡിൻ്റെ പ്രവർത്തനം ഏത് രൂപത്തിലാണെന്നും വിശദീകരിക്കാവും? സാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് നമ്മുടെ ക്യാൻസർ ചികിത്സാ രംഗത്ത് വലിയ ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് റോബോട്ടിക് സർജറി ഉദ്ഘാടനം ചെയ്തത് സാർ. സാർ, ഇവിടെ
ഒന്ന് അതായത് മാർച്ച് മാസം 1-ാം തീയതി വരെ സർ RCC 81ഓളം റോബോട്ടിക് സർജറികളാണ് ചെയ്തിട്ടുള്ളത്. RCC കഴിഞ്ഞിട്ടൊരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് MCC ആരംഭിച്ചത്. അവിടെ ഏതാണ്ട് 50ഓളം റോബോട്ടിക് സർജറികൾ ഇതിനോടകം ചെയ്തു കഴിഞ്ഞു സർ. ഇതിൽ ഗൈനക് വിഭാഗം, യൂറോളജി വിഭാഗം, ഗാസ്ട്രോഎൻട്രോളജി വിഭാഗം തുടങ്ങിയ സർജറികൾ നടത്തുന്നുണ്ട് സർ. അതിൽ വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം ഉണ്ട് സർ. സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പീഡിയാട്രിക് ഓങ്കോളജി കേസ് സർ അത് റോബോട്ടിക് സർജറി ചെയ്തു. ഫെബ്രുവരി മാസം 27-ാം തീയതി സക്സസ്ഫുൾ ആയിരുന്നു സർ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ് ഇത് എന്നുള്ളത് എടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം സർ ക്യാൻസർ ഗ്രിഡ് നമ്മുടെ ഞാൻ നേരത്തെ ഉത്തരത്തിൽ പറഞ്ഞു കഴിഞ്ഞു സർ. നമ്മുടെ സൗകര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ അത് നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്നതാണ്, പുറത്തുനിന്ന് ഒരാൾക്കും ആക്സസ് ചെയ്യാൻ കഴിയുന്നതാണ്. അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സർ. ബഹുമാനപ്പെട്ട CM കഴിഞ്ഞ ദിവസം അത് പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ക്യാൻസർ ഗ്രിഡിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെയൊക്കെയാണ് നമുക്ക് ചികിത്സാ സൗകര്യങ്ങൾ, പരിശോധനാ സംവിധാനങ്ങൾ ഉള്ളത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആശയക്കുഴപ്പവും ഇല്ലാതെ വ്യക്തിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ആരോഗ്യ പ്രവർത്തകർക്കും അവരുടെ പ്രവർത്തനങ്ങളിൽ ഇത് ഒരു മാർഗദർശിയായിട്ട് നിലനിൽക്കും സർ. ചോദ്യം നമ്പർ 154 ശ്രീ സജീവ് ജോസഫ്, ബഹുമാനപ്പെട്ട ആരോഗ്യം, വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി. മിനിസ്റ്റർ ടേബിൾ ചെയ്താൽ ഉപചോദ്യം ചോദിക്കായിരുന്നു. സർ ടേബിൾ ചെയ്യുന്നു സർ. ശ്രീ സജീവ് ജോസഫ്. സർ, കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് നേരെ നടക്കുന്ന സംഘടിതവും അതിനിഷ്ഠൂരവുമായിട്ടുള്ള റാഗിങ്ങും അതിക്രമങ്ങളും കൊലപാതകങ്ങളും നമ്മുടെ നാട്ടിലാകെ പരിഭ്രാന്തി സൃഷ്ടിച്ചിരിക്കുകയാണ് സർ. കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെ ജൂനിയർ വിദ്യാർത്ഥിയെ കട്ടിലിൽ കെട്ടിയിട്ട് ദേഹം മുഴുവൻ ലോഷൻ ഒഴിച്ച് ഡിവൈഡർ കൊണ്ട് കുത്തിമുറിവേൽപ്പിച്ച സംഭവം സർ വളരെയേറെ ജനങ്ങളുടെ ഉള്ളു തീർന്ന അവസ്ഥയിലേക്കാണ് സാർ എത്തിയിരിക്കുന്നത്. സാർ, എൻ്റെ ചോദ്യം ഈ കേസിലെ പ്രതികളെ അവരുടെ ഈ റാഗിംഗ് കേസിൽ ഇതിനു മുമ്പും ഉൾപ്പെട്ടിരുന്നതായിട്ടുള്ള വാർത്തകളുണ്ട്. അത് ശരിയാണോ? ഇവരെ നേഴ്സിംഗ് കൗൺസിൽ അംഗങ്ങളുടെ റിപ്പോർട്ടിനെ തുടർന്ന് ഇവരെ തിരികെ പ്രവേശിപ്പിക്കാൻ അത്തരത്തിലുള്ളൊരു നടപടി ഉണ്ടായിട്ടുണ്ടോ? മിനിസ്റ്റർ. സർ, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നത്, നമുക്കത് കാണാൻ പോലും കഴിയാത്ത ഒരു കാഴ്ചയായിരുന്നു അത് സർ. അതീവ ഗൗരവത്തോടെയാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് സർ അത്. ഇതിൽ പ്രതികളായിട്ടുള്ള 5 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിട്ടുന്നു. അവരെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിലൊരു പ്രൊസീജിയർ മാത്രമാണ് സർ. ഇന്നോ നാളെയോ ആ ഉത്തരവ് കൂടി പുറത്തിറങ്ങും സർ. അവരെ പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവും പുറത്തിറങ്ങും സർ. അതിൽ ഈ ബഹുമാനപ്പെട്ട അംഗം ചോദിച്ച ചോദ്യത്തിൽ ഇവർ മുൻപ് റാഗിങ്ങിൽ ഉൾപ്പെട്ടിരുന്നോ എന്ന ചോദ്യത്തിൽ ഇങ്ങനെ ഒരു വാർത്ത മാധ്യമത്തിൽ വന്നപ്പോൾ ഈ 5 പേരും അങ്ങനെ മുൻപൊരു റാഗിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പരാതിയിൽ ഇല്ലായിരുന്നു സർ. അവർ ഉൾപ്പെട്ടിരുന്നിട്ടില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ ചില വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ ഇടിമുറികൾ പ്രവർത്തിക്കുന്നതായിട്ട്, അതുപോലെ തന്നെ ക്രൂരമായി മർദ്ദിക്കുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിലും കാര്യവട്ടം ക്യാമ്പസിലും ഉൾപ്പെടെ ആരോഗ്യ സർവകലാശാലയുടെ നേതൃത്വത്തിലുള്ള കോളേജുകളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താൻ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി വിശദീകരിക്കുന്നു. സർ, നമ്മുടെ സംസ്ഥാന നിയമത്തിൻ്റെയും അതോടൊപ്പം തന്നെ UGC റെഗുലേഷൻ്റെയും അടിസ്ഥാനത്തിലുള്ള നടപടികൾ കർശനമായിട്ട് എല്ലാ കോളേജുകളിലും, ആരോഗ്യ സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളിൽ അത് നടപ്പിലാക്കണം അല്ലെങ്കിൽ സ്വീകരിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് സർ. ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് 3 മാസം ഒരു ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ, പുതിയ വർഷം ആദ്യത്തെ വർഷം ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ 3 മാസത്തോളം ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് വളരെ നിതാന്തമായിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുമുണ്ട് സർ. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുകയും കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുകയും റിപ്പോർട്ട് യഥാവിധം അത് നൽകപ്പെടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്യണം എന്നുള്ള കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സാർ, അങ്ങിവിടെ സൂചിപ്പിച്ചതുപോലെ ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കോട്ടയം നഴ്സിംഗ് കോളേജിൽ അവിടെ സൂപ്രണ്ട് തൊട്ടപ്പുറത്തെ മുറിയിലാണ്, വാർഡൻ അവിടെ ആ മുറിയിൽ ചെന്നിട്ടില്ല. 20 കുട്ടികൾ മാത്രമായി താമസിക്കുന്ന ഒരു സ്ഥലമാണ്. 6 മാസമായി അവിടെ റാഗിംഗ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന മൊഴികൾ. സാർ, അങ്ങ് പറഞ്ഞതുപോലെ ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് ഉണ്ടെങ്കിൽ ആ സ്ക്വാഡ് വളരെ ദുർബലമാണെന്നും ഒരു കാരണവശാലും ഇതുപോലുള്ള തെറ്റുകൾ കണ്ടുപിടിക്കാൻ കഴിയാത്തതാണെന്നും ഇനിയെങ്കിലും ഗവൺമെൻറ് ബോധ്യപ്പെടുമോ? അതോടൊപ്പം തന്നെ സാർ, ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന് മറുപടി തന്നോ? വിദ്യാർത്ഥി സെക്രട്ടറികൾ കോളേജ് ക്യാമ്പസുകൾ നടത്തിയ അതിക്രമങ്ങൾ, റാഗിംഗ് കേസുകൾ ഇവ സംബന്ധിച്ച
പ്രത്യേകം ക്രോഡീകരിച്ച വിവരം പോലും ഇല്ല എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എനിക്ക് നൽകിയിട്ടുള്ള ഉത്തരവ്. നിയമസഭയിൽ തന്നതാണ്. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണെങ്കിൽ ഇവിടെ മറുപടി പറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ അടിക്കടി റാഗിങ് കൂടുകയാണ്. മാധ്യമ ശ്രദ്ധ വന്നു കഴിയുമ്പോൾ മാത്രം നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കും. അതേസമയം അതല്ലാത്ത രൂപത്തിലുള്ള നടപടികൾ ധാരാളം നടക്കുകയാണ്. ജനങ്ങളുടെ കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി എന്ത് നടപടിയാണ് ഈ ഗവൺമെന്റ് ചെയ്യാൻ പോകുന്നത്? സർ, ബഹുമാനപ്പെട്ട അംഗത്തിനും കൂടി ഞാൻ ഇതിന് മറുപടി നൽകിയിട്ടുണ്ട്. സർ, കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിലെ ഇത് GNM-ന്റെ ബാച്ചാണ് സർ. 2024 GNM ബാച്ച് വിദ്യാർത്ഥികളുടെ കോഴ്സ് ആരംഭിച്ചത് 4/11/2024 സർ. സർ, ഇതിൽ കോളേജ് അധികൃതർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത് സർ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയും എടുത്തിട്ടുണ്ട് സർ. സർ, അവിടെ പ്രിൻസിപ്പലിനെയും അതോടൊപ്പം തന്നെ അവിടെ ചുമതലയുണ്ടായിരുന്ന അസിസ്റ്റന്റ് പ്രൊഫസറെയും അസിസ്റ്റന്റ് വാർഡൻ്റെ ചുമതലയുണ്ടായിരുന്ന വ്യക്തിയെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സർ. സർ, ഇതിൽ എല്ലാവരും ഒന്നിച്ചാണ് സാർ, ഒരേ മനസ്സാണ് കേരളത്തിൽ ഇതിലുള്ളത്. അതിലൊരു വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ ഇതിലില്ല സാർ. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ അതിശക്തമായിട്ടുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അത് സ്വീകരിച്ച് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും സാർ. ഓർഡർ ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുന്നു.